So good morning. Good morning, sir. Good morning. Good morning. Good morning. Good morning, sir. Good morning. Good morning. Good morning, sir. Good morning. വീഡിയോ ഓൺ ആവട്ടെ. എന്താണ് ജീവൻ സാറേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, സർ. യെസ്, ഉഷാറുള്ള കാര്യങ്ങളൊക്കെ. അതെ അതെ സർ. തണുപ്പാണ് ഇവിടെ. എന്താണ് വീഡിയോ ഓൺ ആവാനൊക്കെ ബുദ്ധിമുട്ട് പറയും? എന്തായാലും ഹബി അഭിരാമൻ തിരക്കാണല്ലേ? എന്താ എല്ലാവരും തിരക്കാണല്ലോ സാർ. വീഡിയോ ഓണാക്കാം സാർ. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ ഗ്രൂപ്പ് ലീഡേഴ്സ് ഒന്നും ഉഷാറല്ലല്ലോ?
വിളിച്ചു ഉണപ്പന്റെ പണി Good morning, sir. ഗുഡ് മോർണിംഗ്. അബി എപ്പോഴാ 6:30-ക്കാണ് പോകുന്നത് അല്ലേ? 6:30 വരെ ഉണ്ടാവുന്ന പറഞ്ഞല്ലേ? അതെ, 6:30 ഉണ്ടാവും സർ. 6:30 ശേഷം. ശരി ശരി. ആരൊക്കെ ഓട്ടോമാറ്റിക്കലി 6 മണിക്ക് അല്ല ഈ എഴുന്നേക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എഴുന്നേറ്റ് തുടങ്ങി? ഓട്ടോമാറ്റിക്കലി ഞാൻ പിന്നെ ഓൾറെഡി നേരത്തെ നീക്കാറുണ്ട് സാർ. നിങ്ങൾ ആയുർവേദക്കാരല്ലേ, നിങ്ങൾക്ക് എഴുന്നേക്കാലോ? അങ്ങനെയാണ് പറഞ്ഞിരിക്കണേ. എന്താ പറയാ, 7:30 വെളുപ്പിന് എത്ര വെളുപ്പിനാ? ഞാനൊരു 5:30 എന്തായാലും നീക്കും. ജീവൻ സാറേ, രാഹുൽ ആയുർവേദ കോട്ടക്കലല്ലേ? കോട്ടക്കലുണ്ട്, വൈദ്യരന്നുണ്ട്. ജീവൻ സാർക്ക് ഒരു ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ട് കേട്ടോ ആലപ്പുഴയിൽ. അടിപൊളി സ്ഥലം, വൈബ് സ്ഥലം, തോട്ടപ്പള്ളി ബീച്ചില്. ശരി. ഞാൻ പിന്നെ രാവിലെ യോഗയൊക്കെ ചെയ്യാൻ വേണ്ടി രാവിലെ നേരത്തെ നീക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. യോഗന്റെ കോഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്, എന്താ ഡിപ്ലോമയൊക്കെ എടുത്താണ്. ആണോ? ഇതാ അദ്ദേഹം യോഗയുടെ സംതിങ് ആണ്. എനിക്ക് എന്താ സംഭവം എന്നറിയില്ല. നമ്മളെ ബിസിനസിന്റെ ഏറ്റവും വലിയ എന്താ പറയാ വിജയത്തിന് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായ പ്രകാരം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫ് വേണം. നമ്മൾ രാവിലെ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അല്ല, ഞാൻ പറയാ അത് കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് കറക്റ്റ് സമയത്ത് നീക്കുക, കറക്റ്റ് സമയത്ത് കിടക്കുക, ഇത് മസ്റ്റ് ആണ്. അതായത് ഞാൻ എന്റെ ഒരു ബിസിനസ് ആയിട്ട് തട്ടിച്ച് നോക്കിയും പറയാട്ടോ. എല്ലാത്തിനും അപ്ലിക്കബിൾ അല്ല. നമ്മള് ഒരു കറക്റ്റ് ആയിട്ട് ഇപ്പം രാത്രി ഞാൻ എന്ത് ചോദിച്ചാൽ പിറ്റേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യും, ഞാനൊന്ന് എഴുതി വെക്കും രാത്രി കിടക്കുന്നതിന് മുമ്പേ. അപ്പൊ പിന്നെ അത് എന്താ പറയാ ചില സമയത്ത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പിറ്റേ ദിവസം. അപ്പൊ എന്ത് ചെയ്യും, ടിക്ക് മാർക്ക് ചെയ്ത് പോകും. പിന്നെ അത് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കും. അങ്ങനെ എന്ത് ചെയ്യുക, അങ്ങനെ കുറച്ചൊരു സിസ്റ്റമാറ്റിക് ആയാലേ ബിസിനസിന് എന്ത് ചെയ്യുള്ളൂ, ഗുണം ചെയ്യുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. നമ്മൾ ഈ 21 ഡേയ്സിന്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും സിസ്റ്റമാറ്റിക് ആക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. കാരണം ഇന്നിപ്പോ സംസാരിക്കാൻ പോകുന്നതാണ് പലർക്കും ഇവിടെ ഇന്നത്തെ ടോപ്പിക് വളരെയധികം വിഷമം ഉണ്ടാക്കുന്നതായിരിക്കാം. ചിലരെയൊക്കെ വല്ലാതെ കൊളുത്തി വലിക്കുന്നൊക്കെ ആയിരിക്കാൻ സാധ്യത. അതുകൊണ്ട് ഏറ്റവും സിസ്റ്റമാറ്റിക് എന്ന് പറയുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ പറയും, അൾട്ടിമേറ്റ്ലി നമ്മൾക്ക് നമ്മുടെ ബിസിനസ്സിൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഈ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഇപ്പൊ ഇവിടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോയാലും അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഇല്ലെങ്കിലും നിങ്ങളുടെ പെട്ടിയിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് വീഴുക എന്നുള്ള ആ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ടെൻഷൻ. എന്തുകൊണ്ടാണ് രാഹുൽ ഇവിടെ എല്ലാവരും വന്നിരിക്കുന്നത് അറിയും? ഇവരെല്ലാവരും ഒറ്റ സിംഗിൾ പെയിൻ പോയിന്റ് ആണ്. ആ പെയിൻ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വല്ലാതെ എൻ്റെ കമ്പനിയിൽ ബിസിനസ്സിൽ ഇൻവോൾവ് ആവുന്നുണ്ട്, എനിക്കിതൊന്നും മാറണം, ഓട്ടോമാറ്റിക്കലി ക്യാഷ് വരുന്ന ഒരു സിസ്റ്റം ജനറേറ്റ് ചെയ്യണമെന്നതാണ്. എല്ലാവരും അത് ഓരോരുത്തരുടെ അടുത്ത് ചോദിച്ചോ, എല്ലാവരുടെയും. അതായത് ഞാൻ പണിയെടുത്തോ ഇല്ലേ, ഞാൻ ഇവിടെ ഉണ്ടോ ഇല്ലേ, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് വീഴുന്ന ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓണർ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. അത് ജീവിതത്തിൽ ഡിസിപ്ലിൻഡ് ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിക്കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ്. ഞാൻ സാധാരണ എൻ്റെ അമ്മയെ ഭയങ്കരമായിട്ട് കളിയാക്കി പറയാറുണ്ട്, കുറ്റം പറയാറുണ്ട്. പക്ഷെ ഇന്നത്തെ ദിവസം പറയാം, അമ്മ എന്നോട് എപ്പോഴും പറയുന്നൊരു വേർഡാണ്, എപ്പോഴും പറയുന്നത് ചിട്ട വേണം എന്ന് പറയും. ചിട്ട എന്ന് പറയുന്ന സമയത്ത് പറയും, ചെറ്റകളൊക്കെ എന്ത് ചിട്ട എന്നൊക്കെ ഞാൻ ചോദിക്കും തിരിച്ച്. പക്ഷെ ചിട്ട എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ആക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലത് സിസ്റ്റമായി കഴിഞ്ഞാൽ, ചിട്ടയായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. 5 മണിക്ക് എഴുന്നേൽക്കുന്നത് എൻ്റെ ആവശ്യമാണ് എന്നുള്ളതാണ്. എനിക്ക് ആവശ്യമാണ്. എനിക്കിപ്പോ 5:30 മണിക്ക് എഴുന്നേറ്റാലും എനിക്ക് അന്ന് 6 മണിക്ക് ക്ലാസ് എടുക്കും. 5:45 എഴുന്നേറ്റാലും എനിക്ക് 6 മണിക്കൊന്ന് ക്ലാസ് എടുക്കും. പക്ഷെ 5 മണിക്ക് എഴുന്നേറ്റ് 4:58 ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ 6 മണി വരെ ഞാൻ എൻ്റെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ സിസ്റ്റമാണ് നമ്മുടെ ഒരു പ്രഭാതം തുടങ്ങുന്നത്, നമ്മുടെ ഒരു ഓണർഷിപ്പ് തുടങ്ങുന്നത്. തുടങ്ങാം നമുക്ക്. ഇന്നത്തെ ആളുകളുടെ എണ്ണം വളരെ കുറവാണ് കേട്ടോ. വൈ? ടീം ലീഡേഴ്സ് ആർ നോട്ട് മേക്ക് ഷുവർ ദാറ്റ് തിങ്സ് ആർ ഹാപ്പനിങ്. എനിക്ക് നാളത്തെ ദിവസം, ഇന്നലെ നമ്മൾ 43 ടീം മെമ്പേഴ്സ് ആയി.
ഞാൻ ഇന്നലെ 10 ടീമാക്കിയിട്ടുണ്ട്. എന്തിനാ 10 ടീമാക്കുന്നത്? ഏകദേശം 70ഓളം ആളുകൾ നമ്മുടെ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 70ഓളം പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പിലുള്ളത് ഏകദേശം 118 119 പേരത്തുണ്ട്. അതായത് അതിന്റെ ഏകദേശം പകുതി ആളുകളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് 50 അടിക്കണം, 50 അടിക്കണം. 50 പേര് നാളത്തെ ദിവസം രാവിലെ ക്ലാസ്സിൽ ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ടാർഗറ്റ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, 50ഒക്കെ ഫിഗർ കാണിക്കാനല്ലേ. എനിക്കിത് ഞാൻ എവിടെയും ഫിഗർ കാണിക്കില്ല. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ ഞാൻ 50 പേര് അറ്റൻഡ് ചെയ്തു, 100 പേര് അറ്റൻഡ് ചെയ്തു? ഞാൻ അത് കാണിക്കാനല്ല. 50 പേരിലേക്ക് നമ്മൾ ടച്ച് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ്. 50 പേരിൽ ഒരു തോട്ട്, ഒരു ചെറിയ പ്രോസസ്സ്, ഒരു സിസ്റ്റം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ടച്ച് ചെയ്യുന്ന സമയത്ത് അവന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന മാറ്റം. ഇപ്പൊ എന്തായാലും ഹരിദാസേട്ടൻ പറഞ്ഞു, ഹരിദാസേട്ടൻ ആദ്യമായിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തത്. ഇന്നിപ്പോ രാവിലെ വീണ്ടും വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഹരിദാസേട്ടൻ വന്നിട്ടുണ്ടാവുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ പറഞ്ഞ ഒരു കാര്യവും ചിലപ്പോൾ ഹരിദാസേട്ടനെ സംബന്ധിച്ചിടത്തോളം ചെവി കയറിയിട്ടുണ്ടാവില്ല. കാരണം ഹരിദാസേട്ടൻ പല ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന മനുഷ്യനാണ്. പക്ഷേ എന്തോ ഒരു മാറ്റം എനിക്ക് വരാൻ പോകുന്നു എന്ന് ഒരു ഓണറെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കുത്തിവെക്കപ്പെടുകയാണ് ഇങ്ങനത്തെ ഉള്ള ട്രെയിനിങ് സെഷനിൽ ഉണ്ടാവുന്നത്. എന്തോ ഒരു മാറ്റം. ഇവിടെ പല എംപ്ലോയീസ് ആയിട്ടിരിക്കുന്ന ആളുകളും ജോയിൻ ചെയ്തിട്ടുണ്ട്. ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാല് എനിക്കൊരു മാറ്റം വേണം, ആ മാറ്റത്തിലുള്ള ചാൻസ് എവിടെ നോക്കി നടക്കുക. വെരി സീരിയസ്ലി നിങ്ങൾ ഓരോ ടീം മെമ്പേഴ്സിനെ വിളിച്ചുണർത്തി അവർ കൺഫേം ചെയ്തിട്ടുണ്ട് ടീമിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് കൺഫേം ചെയ്യുന്ന സമയത്ത് ആക്ച്വലി യു ആർ സപ്പോർട്ടിങ് എ സിസ്റ്റം. ഒരു ബിസിനസ് സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മുടെ നാട്ടില് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ശരിയല്ലേ? ബിസിനസ്സുകാരൻ ബൂർഷാകളാണ്, ബിസിനസ്സുകാരൻ ആളുകളെ ചൂഷണം ചെയ്യുന്നവനാണ്, ബിസിനസ്സുകാരൻ നാട്ടിലെ ആളുകളുടെ കാശ് ഊറ്റുന്നവനാണ്. 20% ആളുകളാണ് ഇവിടുത്തെ 80% ആളുകളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാപിറ്റലിസമാണ്, കോർപ്പറേറ്റ് വൽക്കരണമാണ്, എന്തൊക്കെ വാക്കുകളാണ് നമ്മുടെ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക്, ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഓരോ എംപ്ലോയീസ് ആയിട്ടുള്ള എംപ്ലോയി മൈൻഡ് സെറ്റുള്ള ആളുകൾക്കും ജോലി വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബിസിനസ്സുകാരൻ വേണം. അവൻ ശമ്പളം കൊടുക്കണം. ഹരിദാസേട്ടന്റെ കമ്പനിയിൽ എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട്? ഹരിദാസേട്ടൻ ട്രാക്ക് ചെയ്യാണ്. ഹരിദാസേട്ടൻ പുതിയ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചില്ലെങ്കിൽ എത്ര ആൾക്കാർക്ക് ശമ്പളം കൊടുക്കണം? എത്ര ആൾക്കാർ? അതൊരു വലിയ പ്രശ്നമല്ല ആരെയും സംബന്ധിച്ചു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ നിലവിലില്ല. ഞാൻ ബിസിനസ് തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോ എന്റെ വീട്ടിൽ പറഞ്ഞ 50,000 രൂപയ്ക്ക് നിനക്ക് ശമ്പളം കിട്ടില്ലേ, പിന്നെ എന്തിനാ ഈ പണിക്ക് നിൽക്കണേന്നാ ചോദിച്ചു. ഞാൻ 50,000 രൂപയ്ക്ക് ഒതുങ്ങേണ്ടവനല്ലെന്നുള്ള തോന്നൽ കൊണ്ടാണല്ലോ ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. 50,000 1 ലക്ഷം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ലെന്ന് എനിക്കറിയാം. അപ്പൊ നമ്മൾ പലരും ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കുന്ന 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മൾക്ക് ഈ സൊസൈറ്റിയിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കണം, കുറച്ചു പേർക്കെങ്കിലും ജോലി കൊടുക്കാൻ സാധിക്കണം. രണ്ടാമത്തത്, ഈ ജോലി കൊടുക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഈ ഒരു മാറ്റം ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ കുറച്ച് പണം ഉണ്ടാക്കാം. ഞാൻ ഒരു കാര്യം ഞാൻ പറയും, ഇവിടെ ഇരിക്കുന്ന ബിസിനസ്സുകാരായിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളോട് എനിക്കൊരു വാക്ക് പറയാനുള്ളത്, നിങ്ങൾ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ബിസിനസ് തുടങ്ങരുത്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പണമുണ്ടാക്കൽ മാത്രമാണ് എങ്കിൽ നിങ്ങൾ ഈ ബിസിനസ് ഇവിടെ നിർത്തുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾക്ക് നേടാൻ പോകുന്നത് നഷ്ടങ്ങളായിരിക്കും. വെരി സീരിയസ്. ഞാൻ അതിനെ കുറിച്ച് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഞാൻ ഇത് എന്തുകൊണ്ട് അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ കോളേജുകളൊക്കെ പോയിട്ട് ക്ലാസ് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയി. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ആകാൻ ആഗ്രഹം? അതിൽ പലർക്കും ഒരു അഭിപ്രായമില്ല. അപ്പൊ അവർക്ക് അംബീഷൻ ഇല്ല, അവർക്ക് ഇന്ന ജോലി വേണമെന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ അവരെ സംബന്ധിച്ചുള്ള അവർക്ക് പൈസ ഉണ്ടാക്കണം എന്നറിയാം. അപ്പൊ ഞാൻ ചോദിച്ചു, പൈസ ഉണ്ടാക്കാനുള്ള മാർഗം എന്താണ്? കൂടുതൽ പൈസ ഉണ്ടാക്കാനുള്ള മാർഗം. അപ്പൊ അവർക്കറിയാം അവരുടെ സ്കില്ല് വെച്ചിട്ട് കിട്ടുന്ന ജോലിക്ക് ഒരു 15, 20, 25 രൂപ ശമ്പളമേ ഫ്രഷറായിട്ടുള്ള ആൾക്ക് കിട്ടുള്ളൂ എന്നുള്ളത്. അപ്പൊ ഒരുത്തർ വിളിച്ചു പറഞ്ഞു, ഞാൻ ബിസിനസ് തുടങ്ങാൻ പോവാ. അപ്പൊ എന്തുകൊണ്ടാണ് ബിസിനസ് തുടങ്ങുന്നത്? ഇപ്പൊ എന്റെ ഉള്ളിലെ കൺസൾട്ടന്റ് ഉണർന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ബിസിനസ് തുടങ്ങുന്നത്? ഒറ്റ ഉത്തരവേ ഉള്ളൂ, സാർ പൈസ ഉണ്ടാക്കും. നമ്മുടെ നാട്ടിലെ ബിസിനസ് പൈസ ഉണ്ടാക്കാനാണെങ്കിൽ നടക്കില്ല. ഞാൻ എന്റെ ടാർഗറ്റുകളിൽ ഓരോ വർഷവും ആസ് എ കമ്പനി ഓണർ, ആസ് എ സിഇഒ, ഞാൻ ഓരോ വർഷവും ഡിസംബർ മാസം 20-ാം തീയതിക്കും 25-ാം തീയതിക്കുള്ളിലും 3 മലകൾ, എന്റെ പാർട്ട്ണറിന്റെ നിഷ,
ഞാനും നിഷയും കൂടി മല കയറി. മൂന്നാർ കയറി 2-3 ദിവസം അവിടെ ഇരുന്ന് നമുക്കൊരു ഒരു 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 ചെറിയ സെറ്റപ്പ് ഉണ്ട് അവിടെ, നമ്മുടെ ഒരു സുഹൃത്തിന്റെ അവിടെ ഇരുന്ന് 3 ദിവസം കൊണ്ട് അടുത്ത ഒരു വർഷത്തേക്കുള്ള സിസ്റ്റം, അവരുടെ നമ്മുടെ വിഷൻ, പ്ലാൻസ്, ബിസിനസ് പ്ലാനുകൾ, അതിന് 1 by 1 മന്ത്ലി വൈസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. കഴിഞ്ഞ 3 വർഷം ഞാനത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ കഴിഞ്ഞ ആക്ച്വലി ജനുവരി 7 ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തത്. റോയൽ നമ്മുടെ എവിടെ ഹോട്ടലായിരുന്നു, എറണാകുളത്ത്, കൊച്ചിയിൽ. അപ്പോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത് തന്നെയാണ്. എന്തറിയോ, ഒരു സിഇഒയുടെ റോൾ എന്താണ്? ഇന്നലെ വരെ നമ്മൾ സംസാരിച്ചത് സിഇഒയുടെ മൈൻഡ് സെറ്റിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന് അബണ്ടൻസ് മൈൻഡ് സെറ്റ് ഉണ്ടാവണം, അദ്ദേഹത്തിന് ടണൽ വിഷൻ ഉണ്ടാവണം, അദ്ദേഹത്തിന് ഇംപ്രൂവ്മെന്റ് ചെയ്യാനുള്ള ആക്ടിവിറ്റികൾ ഉണ്ടാവണം, ഹ്യൂമിലിറ്റി ഉണ്ടാവണം, ട്രസ്റ്റ് ഉണ്ടാവണം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു. പക്ഷേ ഡെഫിനറ്റ്ലി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്താണ് ഒരു സിഇഒ ചെയ്യേണ്ടത്? എന്താ സിഇഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർക്കാ സിഇഒ എന്ന് പറഞ്ഞാൽ അറിയാം? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. പലരുടെയും വിചാരം പൈസ ഇറക്കുന്നവനാണ് സിഇഒ എന്നുള്ളത്. അല്ല, അവൻ ഇൻവെസ്റ്റർ മാത്രം. പൈസ ഇറക്കുന്നവനാണ് സിഇഒ എന്നുള്ളതാണ്. അല്ല, ഹീസ് എൻ ഇൻവെസ്റ്റർ ഓൺലി. എക്സിക്യൂട്ടീവ് ഓഫീസർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്ന ആളുടെ പ്രധാനപ്പെട്ട ജോലികളിൽ ഒന്ന് എക്സിക്യൂഷൻ ആണ്. നിങ്ങളുടെ നിങ്ങളുടെ ഐഡിയ, നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി വരുന്ന ഐഡിയയെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നവനാണ് സിഇഒ. ആ പേരിൽ തന്നെ ഉണ്ട്. പക്ഷെ അത് എത്ര പേര് ചെയ്യാറുണ്ട്? ഇന്നലെ എന്നെ 2-3 പേര് വിളിച്ചു, അതിന് മുന്നത്തെ ദിവസം 2-3 പേര് വിളിച്ചു. അവരുടെയൊക്കെ യഥാർത്ഥ പ്രശ്നം ഐഡിയ ഉണ്ട്, എനിക്കിന്നത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളാണ്. പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്യാത്തതാണ് പ്രശ്നം. എന്നെ സഹായിക്കാൻ ആരോ വരും, ഞാൻ ശമ്പളം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഞാൻ സ്റ്റാഫിനെ വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫ് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ധാരണയിൽ ഇരിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന മിക്കവാറും ഓണേഴ്സ്. ആം ഐ റൈറ്റ്? ശരിയാണോ? അപ്പോ ഞാൻ ഇന്ന് ആദ്യം പറയാൻ പോകുന്ന ഒരു 4 ടൈപ്പ് ഓണേഴ്സിനെ കുറിച്ചിട്ടാ, ബിസിനസ് ഓണേഴ്സിനെ കുറിച്ചിട്ടാ. ആ ബിസിനസ് ഓണേഴ്സ്, അതിൽ നിങ്ങളുടെ റോൾ എന്താണ്, നിങ്ങളിപ്പോ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ എന്നോട് പറയണം. Can you do that? ഒരു സെക്കൻഡ്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്തൊക്കെയാണ് നിങ്ങൾ ആസ് എ സിഇഒ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ആർക്കെങ്കിലും? പറയും തുടങ്ങി. ഞാൻ അപ്പോഴത്തേക്ക് വരാം. ഒരു സെക്കൻഡ്, എനിക്കൊന്ന് ഇത് ഷെയർ ചെയ്യണം, സ്ലൈഡ് ഷെയർ ചെയ്യാൻ പറ്റുമോ? പറയും. എനിബഡി? ഇത് ഇന്ററാക്റ്റീവ് സെഷൻ ആക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അവിടെ ഇരുന്നിട്ട് ഉറങ്ങാണ്. എന്താണിത്? ഞാൻ എന്റെ പാലക്കാട് ഭാഷ പുറത്തേക്ക് എടുക്കട്ടോ. പറയും. Planning business strategies. Planning strategies. Planning business strategies. Then, of course, investment of money. Then, running and analyzing the data. എവിടെ നോക്കിയിട്ട് ടീച്ചറെ പഠിക്കുന്നത്? പഠിച്ചല്ല സാറേ, ഞാനൊരു ഊഹം പറഞ്ഞതാ. ശരി. ഞാൻ എന്റെ സ്ലൈഡ് സ്ക്രീൻ ഷെയർ ചെയ്താവുന്നുണ്ട്. ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് ഞാൻ ടെക്നിക്കൽ ഇഷ്യൂസ്. ശരി, കുഴപ്പമില്ല, നമുക്ക് ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞത്, നമുക്ക് ആക്ച്വലി 4 ടൈപ്പ് ഓണേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ 4 ടൈപ്പ് മുതലാളിമാരുണ്ട്. നിങ്ങൾ ഇതിൽ ആരാണെന്ന് നിങ്ങൾ പറയണം കേട്ടോ. അതിൽ ആദ്യത്തെ ആളുടെ പേര് ടെക്നീഷ്യൻ ആണ്. ഈ ടെക്നീഷ്യന്റെ ജോലി എന്താണെന്നറിയോ? ടെക്നീഷ്യൻ ഒറ്റയ്ക്ക്, അതായത് ഒരു ബിസിനസ് തുടങ്ങുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഒരു ഓണർ ടെക്നീഷ്യൻ ആയിട്ട് മാറുന്നത് കേട്ടോ.
ടെക്നീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യുക. ഇപ്പൊ എന്നെ പോലെ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എന്നെ പോലെ ഞാൻ എന്റെ ട്രെയിനിങ് ഫീൽഡിൽ ഞാൻ ഒരു ടെക്നീഷ്യൻ ആണെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളാണ്. അതിൽ മോശമൊന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ തന്നെ മാർക്കറ്റിംഗ് ചെയ്യും, ഞാൻ തന്നെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യും, ഞാൻ തന്നെ ക്ലാസ് എടുക്കും, ഞാൻ തന്നെ ഫോളോ അപ്പ് ചെയ്യും, ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇവിടെ ഇരിക്കുന്ന എന്റെ സിസ്റ്റംസ് എല്ലാം സെറ്റ് ചെയ്യുന്നത് പോലും ഞാനാണ്. ആ കിട്ടുന്ന പണം ഞാൻ ഇൻവെസ്റ്റ്മെന്റിലേക്കോ അല്ലെങ്കിൽ എനിക്ക് എന്റെ വരുമാനമായിട്ടോ ഞാൻ ഉപയോഗിക്കും. ഞാനാണ് ബേസിക്കലി എല്ലാം. അതായത് ഒരു കമ്പനി തുടങ്ങുന്ന സമയത്ത് ആ കമ്പനിയുടെ A to Z കാര്യങ്ങളിൽ ഓടി നടക്കുന്ന ആളാണ് ആര്? ഈ ടെക്നീഷ്യൻ. അവനാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, വൈകുന്നേരം തൊട്ട് രാവിലെ വരെ each and every കാര്യത്തിൽ ഇടപെടുന്ന, അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും നിൽക്കുന്ന ഒരാളാണ് ആര്? ടെക്നീഷ്യൻ. എന്നാൽ രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് മാനേജർ എന്ന് പറയുന്ന കാറ്റഗറി. മാനേജറുടെ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യണമെന്ന് കരുതിയിട്ട് ഈ ടെക്നീഷ്യൻ സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള മാനേജർ സ്റ്റേജിലേക്ക് വരുമ്പോൾ ആദ്യം ചെയ്യുന്ന ഒരു 4-5 പേരെ ടീമിലെടുക്കും, പണിക്ക് എടുക്കും, ജോലിക്ക് എടുത്തതിന് ശേഷം അവരുടെ ശമ്പളം ഉണ്ടാക്കാനുള്ള കാശിന് വേണ്ടിയിട്ട് ഈ മാനേജർ ഓടിക്കൊണ്ടിരിക്കും. അവർക്ക് ശമ്പളം കൊടുക്കാനുള്ള കാര്യങ്ങൾ കൂടി അവനവൻ ചെയ്യേണ്ടി വരും. എന്നിട്ട് വീണ്ടും അവരെ മാനേജ് ചെയ്ത് കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് റിസൾട്ട് കൊണ്ടുവരാനാണ് ടീം തുടങ്ങിയിട്ടെങ്കിലും ഈ മാനേജറെ സംബന്ധിച്ചോളം അദ്ദേഹം ഒറ്റയ്ക്ക് പണിയെടുക്കുന്നു, ഈ ശമ്പളം കൊടുക്കുന്നു, പണിയെടുക്കുന്നു, ശമ്പളം കൊടുക്കുന്നു, അവിടെ ചെലവുകൾ നോക്കുന്നു. ഈ ടീമിനെ മോട്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ടീമിനെ കൊണ്ട് പണിയെടുപ്പിക്കാനോ സാധിക്കാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ടീമിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ. ഇതാണ് മാനേജർ എന്ന് പറയുന്ന കാറ്റഗറി. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഓണറാണ്. ഓണർക്ക് ഒരു സിസ്റ്റം ഉണ്ടാവണം. അദ്ദേഹം അവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പ്രശ്നമല്ല. അദ്ദേഹം ഡേ ടു ഡേ ആ കാര്യങ്ങളിൽ ആക്റ്റീവ് ആവണമെന്നില്ല. പക്ഷെ ഈച്ച് ആൻഡ് എവരി കാര്യങ്ങളിൽ അദ്ദേഹം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ശ്രദ്ധ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കും. അദ്ദേഹം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓരോരോ കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും. അദ്ദേഹത്തിന് സിസ്റ്റം ഉണ്ടായിരിക്കും. അദ്ദേഹം ടീമിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് കൊടുക്കും. അദ്ദേഹം സ്വയം ഇംപ്രൂവ് ചെയ്യാൻ നോക്കും. ഇങ്ങനെ ചെയ്യുന്ന ആളാണ് ഒരു ഓണർ എന്ന് പറയുന്ന കാറ്റഗറി. നാലാമത്തെ ആള് ഇൻവെസ്റ്റർ ആണ്. ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് ബിസിനസ്സിലേക്ക് തിരിഞ്ഞു നോക്കുക പോലുമില്ല. പൈസ അവിടെ ഇൻവെസ്റ്റ് ചെയ്യും, ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കില്ല, പൈസ അവിടെ ഇൻവെസ്റ്റ് ചെയ്യും, പോരും. അദ്ദേഹമാണ് ഇൻവെസ്റ്റർ ആണ്. എന്ത് ചെയ്യും? ഈ പറഞ്ഞ കമ്പനി ഓടിക്കുന്ന വേറെ ആൾക്കാരായിരിക്കും, പുള്ളി പൈസ ഇൻവെസ്റ്റ് ചെയ്യും. ഇതാണ് 4 കാറ്റഗറി. ഇനി എന്നോട് പറയും നിങ്ങളുടെ കാറ്റഗറി എന്താ? ആ ചാറ്റിൽ വന്നിട്ടേ നിങ്ങൾ ഏത് കാറ്റഗറി? ABCD. A ടെക്നീഷ്യൻ, B മാനേജർ, C ഓണർ, D ഇൻവെസ്റ്റർ. ഒന്ന് ചാറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞതാവട്ടെ. ഞാനിവിടെ എത്ര പേര് ആക്റ്റീവ് ആവുന്നുണ്ടോ എന്ന് എനിക്കറിയാം. ഉഷാറാവട്ടെ. ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് B. A ഒരാള് മാത്രം ഇതുവരെ, സൂര്യ മാത്രം 4. ഓക്കെ. A B. ഈ ഒരു കാര്യം പറയാട്ടോ. ഞാൻ പറഞ്ഞു ഞാൻ ടെക്നീഷ്യൻ ആണ് ബേസിക്കലി എന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് വേറൊരു ബിസിനസ് സ്വാഭാവികമായിട്ടുണ്ട്. അതിൽ ഞാൻ അടുത്ത ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ട്രെയിനിങ്ങിൽ ഡെഫിനറ്റ്ലി ടെക്നീഷ്യൻ ആണ്. പക്ഷെ ഓണർ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ. യെസ്, ഇൻവെസ്റ്റർ. ഓക്കെ, ഗുഡ്. അപ്പൊ നമുക്കിന്ന് തുടങ്ങാം. ഇതില് ബിക്കാരുണ്ട്, എക്കാരുണ്ട്, സിക്കാരുണ്ട്, ഡിക്കാരുണ്ട്. ഓക്കെ, ശരി. പിന്നെ എന്റെ ചോദ്യത്തിനുള്ളൂ, നിങ്ങൾക്ക് ആരാവണം എന്നാണ് ആഗ്രഹം? ഈ എയിലും ബിയിലും സിയിലും ഡിയിലും ഒക്കെ കിടക്കുന്നവരുടെ എനിക്ക് ആഗ്രഹം. ഇതിലത്തെ ആരാവാനാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? ആരാവാനാണ്? അമ്പിളിയെ സംബന്ധിച്ചുള്ള അമ്പിളിക്ക് ആരാവാനാണ് ഇഷ്ടം? ഒരു മിനിറ്റ്, സാഹിത്യക്ക് എന്തോ മെയിലും. സാകൃതിക്ക് ആ ലിങ്കിൽ കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു.
ലിങ്കിൽ കയറാൻ പറ്റുന്നില്ല. അദ്ദേഹത്തോട് ഒന്നും കൂടി രജിസ്റ്റർ ചെയ്യാൻ പറയൂ. ആരാ ക്യാപ്റ്റൻ സാക്കിരിച്ചിലെ ഞാൻ തന്നെ മുനീർ. മുനീർജി ഒന്നും കൂടി രജിസ്റ്റർ ചെയ്യാൻ പറയൂ. രജിസ്റ്റർ ചെയ്തിട്ട് വീണ്ടും കയറാൻ പറയും. കാരണം ഇന്നലെ ഇതേ സംഭവം ഉണ്ടായി. അദ്ദേഹത്തിന് നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ ടീമില്. ആ ലിങ്കിൽ ഒന്നും കൂടി രജിസ്റ്റർ ചെയ്യാൻ പറയും. ഞാൻ ഇന്ന് അവസാനം ഇതിട്ടുണ്ട്. ഒന്നും കൂടി രജിസ്റ്റർ ചെയ്യാൻ പറയും. മേ ബി ചിലപ്പോൾ അദ്ദേഹത്തിന്റെ നെറ്റിന്റെ പ്രശ്നമായിരിക്കാം. പക്ഷെ ഒന്നും കൂടി ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ. ആരാ DNBയുടെ ആളാരാ? രണ്ടും ഞാൻ തന്നെയാണെന്ന് പറയുന്ന ആരാ? രണ്ടിൽ ഞാൻ ഡിയും ബിയും ഒരു തമ്മിലത്തിൽ ബന്ധമില്ലാത്ത ആളാണല്ലോ. ഓക്കെ ശരി. എന്റെ ചോദ്യം ഇതാണ്. നിങ്ങൾക്ക് ആക്ച്വലി എനിക്കറിയാം ഇവിടെ ഇരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആവാൻ താല്പര്യമുള്ള പൊസിഷൻ ഡി ആണ് അല്ലേ സോണി സാറേ? പൈസ അവിടെ ഇട്ട് എടുക്കുക, പിന്നെ ആ വഴി തിരിഞ്ഞു നോക്കാതെ പൈസ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക, എന്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ പൈസ വന്നുകൊണ്ടിരിക്കുക. ഈ ഒരു സിസ്റ്റമാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവർക്കും വേണ്ടത്. എനിക്കറിയാതെ. അതായത് ഇൻവെസ്റ്റർ ആവുക, കാശ് ഇറക്കുക, കാശ് ഇറക്കിയിട്ട് പിന്നെ ആ വഴി തിരിഞ്ഞു നോക്കാതെ എന്റെ അക്കൗണ്ടിലേക്ക് കാശ് വരിക. ഞാൻ ഉദ്ദേശിക്കുന്നത് കാശ് ഇറക്കിയിട്ട് ആ കാശ് പോണതല്ല കേട്ടോ ഇൻവെസ്റ്റർ. വെറുതെ പൈസ കൊണ്ട് ഇറക്കി എന്ന് പറഞ്ഞത് ഇൻവെസ്റ്റർ അല്ല. നിങ്ങൾ അറിയാണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാശ് വരുന്നുണ്ടെങ്കിൽ അത് എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റർ ആണ്. അല്ലാതെ ഞാൻ സാറേ ഇതിൽ പലരും ഇൻവെസ്റ്റർ ആണ് ഞാൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എനിക്കറിയാം പലരുടെയൊക്കെ അവസ്ഥ. ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ, ആ കാശ് വരെ വരാൻ തുടങ്ങിയിട്ടില്ല, ഇനി വരാണ്ട് പോകുന്നില്ല. അപ്പൊ ഞാൻ അതല്ല പറയുന്നത്. ഇൻവെസ്റ്റർ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ. ഇപ്പോ ഷാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, ഹിന്ദിയിലൊക്കെ ഉണ്ട്. അതായത് 2-3 ലെൻസ്കാർട്ടിന്റെ പോലുള്ള വലിയ മുതലാളിമാർ ഇരുന്നിട്ട് പുതിയതായിട്ട് വരുന്ന സ്റ്റാർട്ടപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇതെന്താ വെച്ചാൽ അവര് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അവർ ഒരിക്കലും ഈ കമ്പനികൾക്ക് ടൈം കൊടുക്കില്ല, ഒരിക്കലും ഈ കമ്പനികളോട് അവിടെ ആളുകളോട് സംസാരിക്കില്ല. പക്ഷെ ദേ ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ദാറ്റ് കമ്പനീസ്. ആ ഒരു സിസ്റ്റമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആക്ച്വലി, അല്ലെ? ഇത് ക്രിയേറ്റ് ചെയ്യാൻ എന്താ ചെയ്യാം? ഇത് ചോദ്യതാണ്. ഈ ക്രിയേറ്റ് ചെയ്യാൻ എന്താ ചെയ്യാം? നിങ്ങൾ നിങ്ങളുടെ റോളുകൾ തിരിച്ചറിയണം. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. ഒരു കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ആസ് എ CEO നിങ്ങൾക്ക് 4 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. 4 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒരു കമ്പനിയുടെ CEO എന്ന് പറയുന്ന ആൾക്ക് 4 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം ക്രിയേറ്റിവിറ്റിയാണ്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോഡക്റ്റ്, ഒരു സർവീസ് അല്ലെങ്കിൽ കമ്പനി ചെയ്യാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളെ ക്രിയേറ്റീവായിട്ട് ആലോചിച്ചിട്ട് അത് വർക്കൗട്ട് ചെയ്യുകയാണ് ഒരു CEOന്റെ ആദ്യത്തെ ജോലി. ക്രിയേറ്റിവിറ്റി, ഒരു ഐഡിയ ജനറേഷൻ, അതിന്റെ സ്ട്രാറ്റജി ജനറേഷൻ, അതിന്റെ പല കാര്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന, അത് നമുക്ക് അടുത്ത സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറയാത്തത്. ക്രിയേറ്റീവ് സൈഡ് വർക്കൗട്ട് ചെയ്യണം. ഇപ്പൊ സോണിമോൻ സാറെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഒരു ബിസിനസ് പ്ലാൻ ഇടുമ്പോൾ അടുത്ത് എനിക്ക് ഇത്ര എമൗണ്ട് ഓഫ് ബിസിനസ് നടക്കണം ഈ വർഷം, അതിന് ഞാൻ ഇത്ര എമൗണ്ട് ഓഫ് കോൺട്രാക്ട് പിടിക്കണം, അതിന് ഞാൻ എന്തൊക്കെ ചെയ്യണം, എൻ്റെ അടുത്തുള്ള ടൂളുകൾ എന്തൊക്കെയായിരിക്കണം, എൻ്റെ അടുത്തുള്ള ടീം സൈസ് എന്തായിരിക്കണം, എൻ്റെ അടുത്തുള്ള സിസ്റ്റം എന്തായിരിക്കണം, ഞാൻ ഏത് സിസ്റ്റത്തിനെയാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത്, ആസ് എ CEO ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതിന്റെ ക്രിയേറ്റിവിറ്റിയാണ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഫസ്റ്റ്. രണ്ടാമത്തെ കാര്യം പ്രൊഡക്ടിവിറ്റിയാണ്. ഈ ക്രിയേറ്റീവ് ആയിട്ടുണ്ടാക്കിയ ഐഡിയ, അതിന്റെ സിസ്റ്റംസ്, സ്ട്രാറ്റജീസ് എല്ലാം കൂടി പ്രൊഡക്റ്റീവ് ആയിട്ട് വരണം. അതായത് അതിന് റിസൾട്ട് വരണം. അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം. ഇപ്പോൾ സോണിമാൻ സാർ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഓരോ കോൺട്രാക്റ്റുകളും ഇലക്ട്രിക്കൽ പ്ലംബിംഗ് കോൺട്രാക്ട് അല്ലെ, ഇലക്ട്രിക്കൽ കോൺട്രാക്റ്റുകളും കംപ്ലീറ്റ് ആവണം. ഡെയിലി അല്ലെങ്കിൽ മന്ത്ലി, അതെങ്ങനെയാണോ പ്ലാൻ ചെയ്യുന്നത് അതിങ്ങനെ കൃത്യമായിട്ട് കംപ്ലീറ്റ് ആവും. അത് കൃത്യമായിട്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്ടിവിറ്റി ഉണ്ടാകൂ. പലപ്പോഴും സംഭവിക്കുന്ന കാര്യം, ഇവിടെ ഇരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം പേർക്ക് സംഭവിക്കുന്ന കാര്യം, കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ട്, കൃത്യമായിട്ട് സ്ട്രാറ്റജി പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ പ്രൊഡക്റ്റീവായിട്ടൊന്നും നടക്കുന്നില്ല. സർവീസ് ആയിട്ട് നടക്കുന്നില്ല, സെയിൽസ് നടക്കുന്നില്ല, വരുമാനം ഉണ്ടാവുന്നില്ല, സർവീസ് നടക്കുന്നില്ല, പ്രൊഡക്ഷൻ നടക്കുന്നില്ല, പ്രൊഡക്ഷൻ നടന്നാലും സാധനം വിറ്റ് പോകുന്നില്ല. ഇങ്ങനത്തെ കാര്യങ്ങളാണ് എന്ത് ഡെഫിനറ്റ്ലി വർക്ക്ഔട്ട് ചെയ്യുന്നത് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന കാര്യത്തിൽ. മൂന്നാമത്തെ കാര്യം, ഈ പ്രൊഡക്ടിവിറ്റിയിലൂടെ നമുക്ക് ഉണ്ടാവുന്ന എന്താണ്? പ്രോസ്പിരിറ്റിയാണ്. എന്താ പ്രോസ്പെരിറ്റി? സമൃദ്ധി. നമ്മുടെ കയ്യിൽ പണം ഉണ്ടാവും, നമുക്ക് ഇഷ്ടം പോലെ എന്താ പറയാ സിസ്റ്റം ഉണ്ടാവും, നമുക്ക് ആളുകൾ ഉണ്ടാവും, നമുക്ക് ചുറ്റും നമ്മൾ പറയുമ്പോഴേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടാവും. ആ പ്രോസ്പെരിറ്റിയിലേക്ക് എത്തണം ആളുകൾ. പ്രോസ്പെരിറ്റി.
നാലാമത്തത് ഹ്യൂമാനിറ്റിയാണ്. ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആളുകളോടുള്ള ഒരു 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 എന്താ പറയാ, സഹതാപല്ല, വീട് കൃത്യമായിട്ടുള്ള ഒരു 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 എന്താ ഹ്യൂമാനിറ്റിയുടെ മലയാളം വാക്ക്? ആരെങ്കിലും മനുഷ്യത്വം. മനുഷ്യത്വം. ആളുകളോട്, സ്റ്റാഫിനോട്, അതുപോലെ തന്നെ പല ഈ പറഞ്ഞ ഒപ്പം നിൽക്കുന്ന ആളുകളോടുള്ള ഹ്യൂമാനിറ്റി, സമൂഹത്തിനോടുള്ള മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയാണ്. ഇതാണ് ഒരു സിഇഒന്റെ 4 ഭാവങ്ങൾ, 4 ഏരിയകൾ. ഇതിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? ഒരു ടെക്നീഷ്യൻ ആയിട്ടുള്ള ഒരാൾ, ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു ടെക്നീഷ്യൻ ആയിട്ടുള്ള ആൾ നിൽക്കുന്നത് ആദ്യത്തെ 2 സ്റ്റേജിൽ മാത്രമായിരിക്കും. ശരിയാണോ? ഒരാൾ ആരാണ് ഹ്യൂമാനിറ്റിയിൽ വരുന്നത്? ആർക്കാണ് മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക? പ്രോസ്പെറേറ്റ് ആയിട്ടുള്ള, നമ്മൾ ഇഷ്ടം പോലെ കയ്യിൽ കാശുള്ള, ഏത് കാര്യത്തിനും എനിക്ക് വലിയ തിരക്കൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന, തിരക്കുകൾ ഇല്ലാത്തൊരു മനുഷ്യനുണ്ടാവില്ലേ? അദ്ദേഹം ആവണമെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞ ഇൻവെസ്റ്റർ കാറ്റഗറിയിലേക്ക് വരണം. അപ്പൊ ഒരു സിഇഒയെ സംബന്ധിച്ചിടത്തോളം ഈ 4 ആക്ഷൻസ് എടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജീവൻ സാറോട് എനിക്ക് ഒറ്റതേ പറയുള്ളൂ, ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ മനുഷ്യത്വപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ആളാണ്. സാറേ, ഞാൻ പാർട്ടിയിലുണ്ട്, ഞാൻ എല്ലാ മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കയ്യിൽ കാശില്ലാണ്ട് നിങ്ങൾ പാർട്ടിയിലല്ല, NGO സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, പരിപാടികൾ ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ ചിലരെ വിചാരം നേരിട്ടിട്ട് ഹ്യൂമാനിറ്റിയിലേക്ക് പോവാം എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഹ്യൂമാനിറ്റിയിലേക്ക് പോകുന്നതിന് ഒരു കുഴപ്പമില്ല, അക്കൗണ്ടിൽ കാശുണ്ടാകും. എന്നെ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം ഉണ്ട്, ഒരു തത്വമുണ്ട്. ആ തത്വം ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. എനിക്കറിയാം എന്റെ എവിടെയാണ്. ഓക്കെ, ഞാൻ മരിച്ചു കിടക്കുന്ന ആ സീനാണ് ഞാൻ കാണാറുള്ളത്. ഞാൻ മരിച്ചു കിടക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താവും എന്നുള്ളതാണ് എന്റെ ഈ ജീവിതത്തിന്റെ എത്ര വർഷങ്ങളാണെങ്കിലും അത്രയും വർഷത്തെ എന്റെ സിസ്റ്റം, അല്ലെങ്കിൽ എന്റെ എന്താ പറയുക, റിസൾട്ട്. ഞാൻ മരിച്ചു കിടക്കുന്ന സമയത്ത് 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, എന്റെ ചുറ്റും നിന്നിട്ട് കരയാൻ ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ചുറ്റും കൂടി നിന്നിട്ട്, കരയൊന്നും ഇല്ലെങ്കിൽ ചുറ്റും കൂടി നിൽക്കാൻ ഒരാളുണ്ടാവും. ആ ചങ്ങായി പോയില്ലേ എന്ന് പറയുമ്പോൾ ചുറ്റും കൂടി നിൽക്കാൻ ഉണ്ടാവുമായിരിക്കാം. 2, മരിച്ചു കിടക്കുന്ന സമയത്ത് എന്ത് തന്നെയാണെങ്കിലും എന്റെ മുഖത്തേക്ക് നോക്കാതെ എന്റെ ചുറ്റുമുള്ള ബന്ധുക്കളും എന്റെ വീട്ടുകാരും ഒക്കെ നോക്കുന്നത് നേരെ എന്റെ ശ്രീജിത്തിന് എത്ര അക്കൗണ്ട് ഉണ്ടായിരുന്നു, ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു, അവന്റെ ബാങ്ക് അക്കൗണ്ടിൽ എന്തുണ്ട്. 2 പെൺകുട്ടികളാണ് വളർന്നു വരുന്നത്, അവർക്ക് എന്ത്. ഇതായിരിക്കും ഞാൻ ഇന്ന് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ രാവും പകലും 5 മണി, 8 മണി, 10 മണി, 11 മണിയും ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഉറക്കവും അതും ഇതും ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്റെ ആ ഫൈനൽ എൻഡാണ്. അതിനുശേഷം എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ പ്ലാൻ ചെയ്ത പോലെ നടക്കുന്നുണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി നിങ്ങൾ മരിച്ചു കിടക്കുമ്പോൾ ആര് കരയും? നിങ്ങൾ മരിച്ചു കിടക്കുമ്പോൾ അക്കൗണ്ടിൽ എന്ത് കാശുണ്ട്? ഈ 2 കാര്യങ്ങളാണ് ഒരു സിഇഒനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഓണറെ സംബന്ധിച്ചിടത്തോളം, ഒരു കമ്പനി മുതലാളിയെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഒരു രസകരമായ കാര്യം കേട്ടെ, പണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ നിങ്ങളോട്. നിങ്ങൾ മറ്റേ ഏത് ന്യൂസ് പേപ്പർ എടുത്താലും പിന്നിൽ നിന്ന് 2ാമത്തെ പേജ് സ്പോർട്സ് പേജ്, അത് കഴിഞ്ഞിട്ട് ഒരു പേജ് ഉണ്ട്, ചരമ പേജ്, അല്ലെ? കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? കാശുള്ളവന്റെ ഫോട്ടോ അവിടെ വരാറുണ്ടോ? ഇഷ്ടംപോലെ കയ്യിൽ പൈസ ഉള്ള ഏതെങ്കിലും കമ്പനി മുതലാളിമാരാണെങ്കിൽ അവരുടെ ഫോട്ടോ അവിടെ വരാറുണ്ടോ? എന്താ സോണി സാറേ? ഇല്ല സാറേ. അതെവിടെ വരിക? ഫ്രണ്ട് പേജിൽ അല്ല. നിങ്ങളുടെ ചരമക്കുറിപ്പ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇയാൾ എന്ത് ഭ്രാന്തായി പറയും? നിങ്ങളുടെ ചരമക്കുറിപ്പ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും.
നിങ്ങൾ എങ്ങനെ മരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാൻ ഇപ്പൊ ഞാൻ അവസരം തരികയാണ്. നിങ്ങൾക്ക് എങ്ങനെ മരിക്കണം എന്നുള്ള അവസരം നിങ്ങൾക്ക് തരികയാണ്. നിങ്ങളുടെ ചരമക്കുറിപ്പ് ന്യൂസ് പേപ്പറിൽ നിങ്ങൾ മരണപ്പെട്ടു എന്ന് അറിയുന്ന ദിവസം ന്യൂസ് പേപ്പറിൽ എന്ത് ന്യൂസ് വരണമെന്ന് നിങ്ങൾക്ക് ഇപ്പൊ തീരുമാനിക്കാം. എഴുതാൻ പറ്റുമോ? മറ്റേ ഇതിൽ പറയുന്ന ഹോംവർക്കാണ്. അത് ബസ് അടിച്ചിട്ട് ചാവാം, സൈക്കിൾ അടിച്ചിട്ട് ചാവാം, ഫ്ലൈറ്റ് അടിച്ചിട്ട് ചാവാം. ആ മരിക്കുന്ന ദിവസം എങ്ങനെയാ ഒരു ചരമക്കുറിപ്പ് എഴുതുക? ഇന്ന ആള് ഇന്ന ദിവസം അന്തരിച്ചു, എങ്ങനെ അന്തരിച്ചു, അദ്ദേഹം എന്തായിരുന്നു, അദ്ദേഹത്തിന്റെ എന്താ പറയാ, മൃതദേഹം എത്ര നേരം പൊതുദർശനത്തിന് വെക്കും, എവിടെ വെക്കും, ഓക്കെ, എങ്ങനെ ഏത് സ്ഥലത്ത് സംസ്കരിക്കും. ഇതാണല്ലോ ചരമക്കുറിപ്പ്, അല്ലേ? നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ആലോചിച്ച് നോക്കി. ഞാൻ പറയാൻ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, സോറി. ചിലർക്ക് ഇത് ഇഷ്ടപ്പെടില്ല. ഇയാളിപ്പോ ഇതിനെ ഞാൻ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ എന്തിനാ കൊല്ലാൻ കൊണ്ടുപോകുന്നുള്ളൂ. പക്ഷെ ഒറ്റ കാര്യം ആലോചിച്ച് നോക്കി. വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് മരണപ്പെട്ടപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ലത് പറയണമെങ്കിൽ മരണപ്പെടണമല്ലോ. മരണപ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു ഇത് കണ്ടതാണല്ലോ നമ്മളൊക്കെ. അദ്ദേഹത്തെ കുറിച്ച് നല്ലത് പറഞ്ഞവരും അദ്ദേഹത്തെ കുറിച്ച് മോശം പറഞ്ഞവരൊക്കെ എല്ലാം പറഞ്ഞ ആളുകളൊക്കെ അന്നത്തെ ദിവസം ഏറ്റവും നന്നായിട്ട് ജനങ്ങൾ എങ്ങനെ പ്രതികരിച്ചു എന്നറിയാം. നിങ്ങൾക്ക് അങ്ങനെ മരിക്കാൻ ആഗ്രഹമുണ്ടോ? ജസ്റ്റ് ആലോചിച്ചു നോക്കൂ. ഇല്ല സാറേ, ഞാൻ ഏതെങ്കിലും മോർച്ചറിയിൽ അനാഥ ശവമായിട്ട് മരിച്ചോളാം എന്ന് പറയുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇന്ന് നിങ്ങൾ ഇപ്പൊ തന്നെ ബിസിനസ് ഒക്കെ നിർത്തിയിട്ട് എവിടെയെങ്കിലൊക്കെ പോയിപ്പോ. അത് നല്ലത്. നല്ല എൻജോയ് ചെയ്യാനാണെന്ന് പറഞ്ഞ പോലെ ഹിമാലയത്തിലേക്ക് കയറി പോയിപ്പോ, കുഴപ്പമൊന്നുമില്ല. അതവിടെ നടന്നോളൂ. പക്ഷെ സിംഗപ്പൂർ എയർലൈൻസിന്റെ വിമാനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിമാനം തകർന്ന് അന്തരിച്ചു എന്ന് പറയുന്നതിന്റെ ബഹുമാനവും നാട്ടില് റോഡിലിറങ്ങി സൈക്കിൾ അടിച്ച് മരിച്ചു എന്ന് പറയുന്നതിന്റെ ബഹുമാനവും രണ്ടില്ലാതെ ആണോ? സീരിയസ്ലി ഒന്ന് എഴുതി നോക്കിയിട്ട് ഗ്രൂപ്പിലിട്. ഞാൻ എങ്ങനെയാവും. ഇത് സംഭവത്തിലുള്ളൂ. എന്റെ ടാർഗറ്റാണ്, ജീവിതത്തിന്റെ ടാർഗറ്റാണ്. ജോജി എന്ന് പറയുന്ന വ്യക്തിക്ക് എത്ര രൂപ പൈസ ഉണ്ടാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര രൂപ വേണമെന്ന് നിങ്ങൾക്ക് കണക്കുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ടല്ലോ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ദ എൻഡ് ഓഫ് യുവർ എറ, നിങ്ങളുടെ അവസാനം അതെങ്ങനെ ആയിരിക്കണം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. എന്നിട്ടൊരു കുറിപ്പ് ഉണ്ടാക്കിയിട്ട് ഗ്രൂപ്പിലിടുക. നിങ്ങളുടെ ചരമക്കുറിപ്പ് ഉണ്ടാക്കിയിട്ട് ധൈര്യമുള്ളവനുണ്ടെങ്കിൽ ഇടുക. ഞങ്ങളിത് എഴുതിയിട്ടുള്ളതാണ്, ഞാനിതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ധൈര്യമായിട്ട് ഇടുക. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാമല്ലോ. സിംഗപ്പൂർ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് തകർന്നിട്ടാണ് ഞാൻ മരിക്കുന്നത്. മരിക്കുന്ന സമയത്ത് എനിക്ക് ഇത്ര രാജ്യങ്ങളിൽ ബിസിനസ് ഉണ്ടായിരുന്നു, ഞാൻ അറിയപ്പെടുന്നു, എനിക്ക് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയണമെങ്കിൽ അതിലേക്ക് പിന്നെ നമ്മൾ സഞ്ചരിച്ചു തുടങ്ങിയാൽ മതിയല്ലോ. നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആദ്യം തീരുമാനിക്കുക, ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകണമെന്ന് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുക തിരുവനന്തപുരത്തിന്റെ ലൊക്കേഷൻ അല്ലേ? അല്ല, ഞാൻ ഒരു കാര്യം ചെയ്യാൻ ഇപ്പൊ ഞാൻ നേരെ ഇപ്പൊ ബാംഗ്ലൂരാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ ഇവിടെ ഇരിക്കുന്ന കമ്മനഹള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യം ഒസൂർ ഒന്ന് പോയി. എന്നിട്ട് ഒസൂരിൽ നിന്ന് അവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ അവിടുന്ന് നേരെ കൃഷ്ണഗിരി പോവാം. കൃഷ്ണഗിരിയിൽ നിന്ന് ഞാൻ നേരെ കൊച്ചിക്ക് പോവാം. അങ്ങനെയല്ലല്ലോ. നമ്മൾ തിരുവനന്തപുരം പോകണം തീരുമാനിച്ചാൽ തിരുവനന്തപുരത്തെ മാപ്പ് ഇടും, നമ്മൾ പോകും. ശരിയല്ലേ? അതെങ്ങനെ പോകണം തീരുമാനിക്കണം. അതേപോലെ നിങ്ങൾ എവിടെ എത്തണമെന്ന്, എങ്ങനെ മരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആദ്യം തീരുമാനിച്ചു വെച്ചാൽ പിന്നെ ആ മരിക്കാനുള്ള സെറ്റപ്പ് നമ്മൾ ചെയ്താൽ പോരെ. എന്തായാലും മരിക്കണം, അല്ലാണ്ട് അവിടെ ജീവിച്ചിരിക്കൊന്നുമില്ലല്ലോ. എല്ലാ കാലത്തും 150-200 കൊല്ലം ജീവിച്ചിരിക്കൊന്നുമില്ലല്ലോ. ആഗ്രഹം ഉണ്ടെങ്കിലും അതെങ്ങനെ മരിക്കണം, രാജകീയമായിട്ട് മരിക്കണോ, എങ്ങനെ മരിക്കണം തീരുമാനിച്ചാൽ മതി. നടക്കുമോ? വല്ല നടക്കുമോ? ആരൊക്കെ ചരമക്കുറിപ്പ് എഴുതും? ടീച്ചർ എഴുതില്ല എന്നാ പറയണേ. ടീച്ചറെ എന്താ എഴുതിയ കുഴപ്പം? പേടിയാ. ഞാൻ എങ്ങനെയാ അത് എഴുതുക? പേടിയാ. നമ്മൾ എവിടെയാ പോകുന്നത് കൃത്യമായിട്ടുള്ള വിഷനുള്ള ആളായിരിക്കണം ഒരു സിഇഒ. എന്റെ ജീവിതത്തിൽ എന്റെ കമ്പനി അടുത്ത 10 വർഷം 15 വർഷം, ഇന്നലെ ടണൽ വിഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഒരു തുരങ്കത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ തുരങ്കത്തിന്റെ എൻഡിലേക്ക് എത്തുന്നവനാണ്, ആ എൻഡിലേക്ക് എത്തിപ്പിക്കുന്നവനാണ് സിഇഒ.
അവൻ ഡ്രൈവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ ഡ്രൈവിംഗ് എഴുതും, ആ ഡ്രൈവിംഗിൽ കൃത്യമായിട്ട് പോണം. ആ തുരങ്കത്തിന്റെ അവസാനത്തിൽ എനിക്ക് എത്തണം. അതായിരിക്കണം ടണൽ വിഷൻ. ആ വിഷൻ സെറ്റ് ചെയ്യുന്നവനായിരിക്കണം സിഇഒ. സ്വന്തം മരണത്തെ പോലും, ഉറപ്പായ മരണത്തെ പോലും ഫാന്റസി ആയിട്ടെങ്കിലും എഴുതി വെക്കാൻ ധൈര്യമില്ലെങ്കിൽ ഒരു കാര്യമില്ല. നിങ്ങൾ അങ്ങനെ മരിക്കണം. ഞാൻ പറയണത് എനിക്ക് രാജകീയമായിട്ട് മരിക്കണം, എനിക്ക് വിമാനത്തിൽ ഭൂമിയിൽ കടന്നുകൊണ്ട് ആകാശത്ത് കടന്ന് മരിക്കണമെന്ന് എന്റെ ആഗ്രഹം. പൊട്ടിത്തെറിക്കട്ടേന്നേ ഫ്ലൈറ്റ്. എന്റെ 102ാമത്തെ വയസ്സില് 10ഓ 15ഓ രാജ്യത്തെ ബിസിനസ് ഉള്ള വലിയൊരു സമ്പന്നനായിട്ട് നാട് അംഗീകരിക്കുന്ന വലിയ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുള്ള 10 പേരറിയുന്ന 1000 പേരറിയുന്ന ലക്ഷക്കണക്കിന് ആളറിയുന്ന ഒരു വലിയ ബിസിനസ്സുകാരനായിട്ട് മരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. തെറ്റുണ്ടോ? അത് ചെയ്യണമെങ്കിൽ 10 രാജ്യത്തിൽ ബിസിനസ് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ കഷ്ടപ്പെടണം, ബുദ്ധിമുട്ടണം, വർക്ക് ചെയ്യണം. എനിക്ക് കൃത്യമായിട്ട് സ്ട്രാറ്റജി വേണം, സിസ്റ്റം വേണം, കൃത്യമായിട്ടുള്ള ക്രിയേറ്റിവിറ്റി, പ്രൊഡക്ടിവിറ്റി നടക്കണം. റൈറ്റ്? അത് ഉണ്ടാക്കാൻ പറയുമ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. എന്താ ഞാൻ പറയുന്നത്? നിങ്ങളുടെ ടാർഗറ്റ് ആണ്, നിങ്ങളുടെ ജീവിതത്തിന്റെ ടാർഗറ്റ് ആണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആ ജീവിതത്തിന്റെ എന്തായാലും മരിക്കുമെന്ന് ചിന്തിക്കുന്ന ആ ടാർഗറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്വപ്നത്തിൽ മാത്രം അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ മാത്രം നടക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? എന്റെ ചോദ്യത. എനിക്ക് 25 ലക്ഷം രൂപ 2024 ഡിസംബർ 31-ാം തീയതിക്കുള്ളിൽ വേണമെന്ന് വിഷ്വലൈസ് ചെയ്തിട്ട് കാര്യമില്ല. ആ 25 ലക്ഷം രൂപ ഉണ്ടാക്കാൻ ജൂലൈയിൽ, ഓഗസ്റ്റിൽ, സെപ്റ്റംബറിൽ, ഒക്ടോബറിൽ, നവംബറിൽ, ഡിസംബറിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം? അഥവാ ജൂലൈയിൽ ബിസിനസ് നടന്നില്ലെങ്കിൽ ഓഗസ്റ്റിൽ ഞാൻ എത്ര ബിസിനസ് ഉണ്ടാക്കണം? BC പ്ലാൻസ്. ഞാൻ എന്റെ ഐപാഡ് ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞ 2023 ഡിസംബർ 21, 22 മൂന്നാറില് ഞാൻ A പ്ലാനും B പ്ലാനും C പ്ലാനും ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം നമ്മൾ വിചാരിച്ച പോലെ പോണമെന്നില്ല. ചിലപ്പോൾ മൊത്തത്തിൽ പൊളിയാം വിചാരിച്ച പോലെ. ഇപ്പൊ ഞാൻ തുടങ്ങിയ എല്ലാ ബിസിനസ്സും വളരെ പക്കയായിട്ട് പോകണമെന്നൊന്നുമില്ല. ഈ കസ്റ്റമറാണ് തീരുമാനിക്കുന്നത്. പക്ഷെ വി ഷുഡ് ഹാവ് എ B പ്ലാൻ, C പ്ലാൻ. ഞാൻ ചോദിക്കുന്നത് ആ വിഷൻ, മിഷൻ, ഡിറക്ഷൻ. ഇതാണ് ഒരു സിഇഒന്റെ ആദ്യത്തെ പണി. നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ വിഷൻ? ഇവിടെ ഇരിക്കുന്ന എല്ലാ ബിസിനസ്സുകാരും ഒന്നറിഞ്ഞോ, നിങ്ങളുടെ കയ്യിൽ എഴുതി തയ്യാറാക്കിയ ഒരു പ്ലാൻ ഇല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെടും. നിങ്ങൾ വീട് വെക്കാൻ 10 ലക്ഷത്തിന്റെ, 20 ലക്ഷത്തിന്റെ, 50 ലക്ഷത്തിന്റെ വീട് വെക്കാൻ നിങ്ങളുടെ അടുത്ത് പ്ലാൻ ഉണ്ടല്ലോ. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ നിങ്ങൾ മാപ്പ് ഓൺ ആക്കിയല്ലോ, നിങ്ങളുടെ അടുത്ത് പ്ലാൻ ഉണ്ടല്ലോ. ഉണ്ടോ? നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ഓരോ കാര്യങ്ങളും പറഞ്ഞു 1-ാം ക്ലാസ് 2-ാം ക്ലാസ് നിങ്ങൾ പ്ലാൻ ഉണ്ടല്ലോ. ഏത് സ്കൂളിൽ പഠിക്കണം, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്ത് പഠിപ്പിക്കണം എന്ന് പ്ലാൻ ഉണ്ടല്ലോ. എന്നിട്ട് നിങ്ങൾ പറയാണ് നിങ്ങളുടെ ബിസിനസ്സിന് ഒരു വിഷൻ ഇല്ല, പ്ലാൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മോശമാണ്? സീരിയസ്ലി. എത്ര പേർക്ക് ഇവിടെ ബിസിനസ് പ്ലാൻ ഉണ്ട്? എഴുതി തയ്യാറാക്കിയ പ്ലാൻ ഉണ്ട്? മനസ്സിലിട്ടിട്ട് കളിച്ചിട്ടൊന്നും കാര്യമില്ല. മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? മറവിയാണ്. ഇന്ന് സംഭവിച്ച കാര്യം നാളത്തേക്ക് മറക്കും. ഞാൻ പറയാണ് എനിക്ക് വലിയ പ്ലാൻ ഉണ്ട് സാറേ, എനിക്ക് അങ്ങനെ ഐഡിയ ഉണ്ട്. ഒരു കാര്യമില്ല. പേപ്പറില് കാണണം, പേപ്പറില് ഉണ്ടോ? സിഇഒ സെറ്റ് ചെയ്യേണ്ടത് വിഷനാണ്, മിഷനാണ്, ഡയറക്ഷനാണ്. ഇത് ഞാൻ എത്ര കട്ടയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ തലയിൽ കയറില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം ഇരിക്കും. കാരണം ഇത് സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്നു. സനീഷി, ജനുവരി ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. ജനുവരി മാസത്തിൽ എന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ ആ നീല കളറിലുള്ള എന്റെ തലയുള്ള പുസ്തകം ഉണ്ടല്ലോ, ഡയറി, ഗോൾഡ് ഡയറി. ആ ഗോൾഡ് ഡയറിയിൽ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അത് എഴുതി തുടങ്ങിയപ്പോഴാണോ നിങ്ങളുടെ മനസ്സിലേക്ക് ബിസിനസ് വന്നു തുടങ്ങിയത്? അതെ അതെ. അതുവരെ നിങ്ങൾക്കുള്ളിലുള്ള മുഴുവൻ ഒരു വാഗ് ആയിട്ടുള്ള ഐഡിയ ആയിരുന്നില്ലേ? കുറെ ഐഡിയകൾ. നിങ്ങൾക്ക് ഓടി കാർ വാങ്ങണം, ബെൻസ് കാർ വാങ്ങണം, വയനാട്ടിലെ ഏറ്റവും വലിയ റിസോർട്ട് കെട്ടണം, 50 ലക്ഷത്തിന്റെ, 1 കോടിയുടെ, 2 കോടിയുടെ, 5 കോടിയുടെ വേണം, പ്ലാനെല്ലാം ഉണ്ടായിരുന്നുള്ളൂ. എഴുതി തുടങ്ങിയപ്പോഴല്ലേ നിങ്ങൾക്ക് മനസ്സിലായത് 1 കോടി 2 കോടി ഈ വർഷം എനിക്ക് അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ല, മീൻസ് BMW കാർ വാങ്ങാൻ ഈ വർഷം ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ എനിക്ക് അടുത്ത വർഷം ചെയ്യാൻ പറ്റും എന്ന് എഴുതി തയ്യാറാക്കി തുടങ്ങിയപ്പോഴല്ലേ താങ്കൾക്ക് മനസ്സിലായത്? ഞാൻ ട്രെയിനിങ്ങിന് പോകുമ്പോൾ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ അടുത്ത വർഷം നിങ്ങൾക്ക് എന്ത് വേണം? അടുത്ത വർഷം ഈ സമയത്ത് നിങ്ങൾക്ക് എന്ത് വേണം? എനിക്ക് വീട് കെട്ടണം, എനിക്കൊരു കാർ വാങ്ങണം, എനിക്ക് അത് വേണം. കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ലക്ഷത്തിന് 10 ലക്ഷത്തിന്റെ അല്ല, BMW,
വലിയ ജാഗ്വാർ, 1 കോടി രൂപയുടെ കാർ, ഇതൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നവരുടെ മനസ്സിൽ ഇപ്പോഴും അടുത്ത വർഷം 2025 ജാഗ്വാറിൽ യാത്ര ചെയ്യാമെന്നാണ്. നിങ്ങളുടെ മുന്നിൽ എഴുതി തയ്യാറാക്കിയ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മുന്നിൽ എഴുതി തയ്യാറാക്കിയ കൃത്യമായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടി ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യില്ല. പക്ഷെ നിങ്ങൾക്കറിയാം, എനിക്കൊരു താറ് വാങ്ങാൻ പറ്റും, എനിക്കൊരു കിയയുടെ സോണറ്റ് വാങ്ങാൻ പറ്റും, അല്ലെ എനിക്കൊരു 40 ലക്ഷത്തിന്റെ മിനി കൂപ്പർ വാങ്ങാൻ പറ്റും എന്ന് നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. 1 കോടി വാങ്ങിയില്ലെങ്കിലും 40 ലക്ഷത്തിന് വാങ്ങാൻ പറ്റും. കാരണം എന്റെ മുന്നിലിരിക്കുന്ന ബിസിനസ് പ്ലാൻ പ്രകാരം ഐ ഹാവ് ടു അച്ചീവ് ദിസ്, ഇത് അച്ചീവ് ചെയ്യണം, അച്ചീവ് ചെയ്താൽ ഞാൻ ഇത് വാങ്ങും. അതുപോലും ഇല്ലാണ്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ഒരു കമ്പനിയുടെ മുതലാളിയാണ്, സിഇഒ ആണ്, നാട്ടിൽ കല്യാണത്തിന് പോകുമ്പോ ഇപ്പൊ എന്താ ചെയ്യണത്, ഞാനൊരു ബിസിനസ് നടത്തുകയാണ്. എന്താ ബിസിനസ്? അല്ല, ഞാൻ ആക്ച്വലി എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയാണ്. ഞാൻ ആക്ച്വലി ഒരു മണ്ണാൻ കടിയില്ല. വീട്ടിന്റെ ഉള്ളിൽ രാവിലെ 9 മണിക്ക് ഇറങ്ങി വൈകുന്നേരം 6 മണിയാകുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. രാവിലത്തെ വരെ എല്ലാ കാര്യങ്ങളും, വൈകുന്നേരം വരെ വീട്ടിലത്തെ കാര്യങ്ങള്, കല്യാണം, കളവാണം, എല്ലാം 28 നൂലുകെട്ട്, മറ്റേത് മറിച്ചത് എല്ലാം അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങളിപ്പോ ഒരു മുമ്പ് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, കാര്യങ്ങൾ നടക്കും. യു ആർ നോട്ട് എൻ എംപ്ലോയി മാൻ, യു ആർ എ സിഇഒ ഓഫ് എ കമ്പനി. കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ വേണം, കൃത്യമായിട്ടുള്ള വിഷൻ വേണം, എഴുതി തയ്യാറാക്കണം. +2 കഴിഞ്ഞിട്ട് ഒരു മകനെ ഡോക്ടറാക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ +2 കഴിഞ്ഞിട്ട് എൻട്രൻസ് നീറ്റ് എക്സാമിന്റെ അടുത്തല്ല നിങ്ങൾ പറയേണ്ടത് മകനെ നീ പോയിട്ട് ഡോക്ടർ ആകുന്നു. 1-ാം ക്ലാസ് തൊട്ട് തുടങ്ങണം അവനെ ഡോക്ടറാക്കാൻ. IAS കോച്ചിങ് നടക്കുന്നില്ല ഇപ്പൊ സെന്ററുകളിൽ. എന്നാ കോച്ചിങ് നടക്കുന്നത്? +2-നാണോ? 7-ാം ക്ലാസ് 8-ാം ക്ലാസ് IAS കോച്ചിങ്സ് തുടങ്ങുന്നത്. എന്താണ്? +2 തുടങ്ങിയിട്ട് പിറ്റേ ദിവസം ആക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഡോക്ടർമാർ, ഞാനത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ, അതുകൊണ്ടാണ് പറയണത്, എഞ്ചിനീയർമാരെ KTUവിൽ എത്ര പേര്, 70% ആളുകൾ തോറ്റു എന്നാ പറയണത്. എന്തുകൊണ്ടറിയോ? മുമ്പേ ഗമിക്കുന്ന ഗോപു തന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറയുന്ന അതേ സിസ്റ്റം. അപ്പുറത്തെ വീട്ടിലെ ആള് എന്താ ചെയ്ത് അതുപോലെ ചെയ്യാമെന്ന് പറയുന്നു. അതാണ് കരിയർ കോച്ചിങ്ങിൽ. മുനീർ സാറേ, ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് കരിയർ കോച്ചിങ്ങിൽ. അപ്പുറത്തിരിക്കുന്നവൻ എന്താണ് അതുപോലെ പോകുന്നു. ഇതുപോലെ തന്നെയാണ് അപ്പുറത്തെ കടയിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു അതുപോലെ നമ്മളും ചെയ്യും. അപ്പുറത്തെ ഷോപ്പുകാർ എന്ത് ചെയ്യുന്നു അതുപോലെ നമ്മളും ചെയ്യും. അപ്പുറത്തെ ഷോപ്പുകാരൻ വീട്ടിലിരുന്നിട്ട് എഴുതി ഉണ്ടാക്കുന്നുണ്ടെന്ന് ഇന്ന കാര്യങ്ങൾ, ഇത് വേണം അത് വേണം അങ്ങനെ ചെയ്യണമെന്ന്. നമ്മളെന്താ അവന്റെ പുറമെ മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഈ കൂട്ടായ്മകളുണ്ട്, ബിസിനസ് കൂട്ടായ്മകൾ. അതിന്റെ പിന്നിൽ അന്തം വിട്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ രാവിലെ കോട്ടിട്ടിട്ട് പോയിട്ടിരിക്കണം. പോയിട്ട് അവിടെ പോയിരുന്ന പോരാ, 2000 രൂപ, 1500, 2000 രൂപ അങ്ങോട്ട് കൊടുക്കണം. എന്നിട്ട് അവിടെ ഇരിക്കുന്ന വലിയ വലിയ ആൾക്കാർ, നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നവര് എന്തൊക്കെയോ പറയുന്നത് കേട്ട് അന്തം വിട്ടിട്ട് തിരിച്ചു പോരണം. ആ 2000 രൂപ പോയി എന്നല്ലാണ്ട് അവരായിട്ടൊന്ന് പരിചയപ്പെടാൻ പോലും, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ബിസിനസ് എന്താണെന്ന് ചെയ്യാൻ പറ്റും അറിയാത്തവരും. 10,000-50,000 രൂപ ആ സിസ്റ്റത്തിന് വേണ്ടി മാത്രം കൊടുത്ത് 1 വർഷത്തേക്ക് 2 വർഷത്തേക്ക് കൊടുത്തിട്ട് ആഴ്ചയിൽ 1 വർഷത്തിന് ഒരു റെഫറൻസ് പോലും കിട്ടാത്തവരുണ്ട്. അതല്ലെന്നേ ഞാൻ പറയട്ടെ, എനിക്ക് എന്റേതായ ഒരു പ്ലാൻ ഉണ്ടാവണം. ആദ്യം അതില് സപ്പോർട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു സിസ്റ്റം ഉണ്ടാക്കണം ചുറ്റും. ഇപ്പൊ ഇന്നലെ എന്നെ മുനീർ ഭായി വിളിച്ചു. എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഇങ്ങനെയാണ് എന്റെ പ്രശ്നങ്ങൾ, എന്റെ കാര്യങ്ങൾ, എന്റെ ചലഞ്ചസ് ഇതാണ്. ഞാൻ മുനീർ ഭായിയോട് സംസാരിച്ചത്, ഞാൻ ഒരിക്കൽ ആവണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ആദ്യം പറഞ്ഞത്, താങ്കൾ ഇപ്പോഴൊന്നും കാശ് പ്രതീക്ഷിക്കരുത് കേട്ടോ. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്? മുനീർ ഭായിയുടെ മനസ്സിൽ പെട്ടെന്ന് തന്നെ കരിയർ കോച്ചിങ്ങിലൂടെ കാശുണ്ടാക്കാമെന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ അത് നടക്കില്ല. കാരണം കഴിഞ്ഞ 18 വർഷമായിട്ട് ഞാൻ ട്രൈ ചെയ്ത് നടക്കാത്ത ഒരു കാര്യമാണ്. അതിപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യമാണ്, നടക്കില്ല. പക്ഷെ ഇതിന് തന്നെ കാര്യങ്ങൾ ചെയ്താൽ അടുത്ത 1 വർഷത്തിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞു. മുനീർ ഭായി ഒറ്റയ്ക്ക് ഒരു സിസ്റ്റം, ഒരു കാര്യം തീരുമാനിച്ചിട്ട് അതിൽ എന്റെ സപ്പോർട്ട് തേടുകയത്. നിങ്ങൾക്ക് വിഷൻ ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ, മിഷൻ ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഗെറ്റ് സപ്പോർട്ട്. പക്ഷെ അതില്ലാതെ മുന്നോട്ട് പോകരുത്. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബോർഡില്ലാത്ത ബസ്സിൽ നിങ്ങൾ കയറൂ? ബോർഡില്ലാത്ത ബസ് ഓടുന്നില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുക, ശരിയല്ലേ? ആണോ? ഇന്നും റെയിൽവേ സ്റ്റേഷനിൽ, റെയിൽവേ സ്റ്റേഷനിൽ കയറിയാൽ നമുക്കറിയാം, അനൗൺസ് ചെയ്തിട്ട് ഇതാ പരശുരാം എക്സ്പ്രസ് വന്നുകൊണ്ടിരിക്കും എന്ന് അറിഞ്ഞാലും നമ്മൾ ആ ബോർഡിലേക്ക് ഒന്നും കൂടി ഉറപ്പിക്കും, പരശുരാം പോണത് മറ്റേ മംഗലാപുരത്തേക്ക് തന്നെ അല്ലേന്ന്. ഇല്ലേ? എന്നിട്ട് നിങ്ങളുടെ ബോർഡോ?
നിങ്ങളുടെ ബോർഡ് അവിടെ കരയും. ഞാൻ മിക്കവാറും രാത്രി വൈകുന്നേരം ഇത് കഴിയുമ്പോൾ കരയും മിക്കവാറും. സിഇഒ ഫസ്റ്റ് പോയിന്റേ ഉള്ളൂ, കുറെ പോയിന്റുകൾ നമുക്ക് സംസാരിക്കാനുണ്ട്. സിഇഒ ഷുഡ് ഹാവ് എ വിഷൻ ആൻഡ് ഹി ഹാസ് ടു ഡു ഡയറക്റ്റ് എ കമ്പനി. നിങ്ങളൊരു ഗൂഗിൾ മാപ്പ് ആയിരിക്കണം. ആ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ നിങ്ങളുടെ ലൊക്കേഷൻ സെറ്റ് ചെയ്യണം. ആ ലൊക്കേഷൻ സെറ്റ് ചെയ്തിട്ട് വിഷനാണ് എന്ത് ലൊക്കേഷൻ. മിഷൻ എന്താണ്? അവിടേക്ക് 4 or 5 വഴികൾ കാണിച്ചു തരും മാപ്പ്. അതിലേതാണ് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ചൂസ് ചെയ്യേണ്ടത് തീരുമാനിക്കണം. ദാറ്റ്സ് കോൾഡ് മിഷൻ. ഓക്കെ, അത് അങ്ങനെ മാത്രം സെറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പോകുന്ന വാഹനം ടേക്ക് ലെഫ്റ്റ്, നെക്സ്റ്റ് 100 meter ടേക്ക് റൈറ്റ്, ദാറ്റ് റൗണ്ട് അബൌട്ട് യു ടേക്ക് ദ 4th gate എന്ന് പറയുന്ന സമയത്ത് അതിനെ കൃത്യമായിട്ട് നയിക്കാൻ, അത് നയിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ജസ്റ്റ് ബി എ ഗൂഗിൾ മാപ്പ്. You should have a vision, you should have a mission, you should have a direction. ക്ലിയർ ആയോ ഞാൻ പറയുന്നത്? അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ചരമക്കുറിപ്പ് എഴുതാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? നമുക്ക് ഒന്ന് തണുപ്പിക്കാം, സംസാരിക്കും. ഞാനൊന്നും പറയുന്നില്ല. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. ഞാൻ ഒരാളുടെ പേര് ചോദിക്കുന്നില്ല, പറഞ്ഞു. ഇപ്പൊ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാൻ? ഓരോരുത്തരും അൺമ്യൂട്ട് ചെയ്ത് ഇന്നതാണ് എനിക്ക് പറയാനുള്ളത്, ഞാൻ ചെയ്ത് ശരിയാണ്, ഞാൻ ഇന്നത് ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്ത് തെറ്റാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ. ഓപ്പൺ ആയിട്ട് പറയും. ഒന്നും പറയല്ലേ? എന്താ സൈലന്റ് ആയിട്ടിരിക്കണ എല്ലാരും? ഇതുവരെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സാറേ, അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ മുന്നോട്ട് പോകാതെ. നമ്മൾ ഇതുവരെ എന്ത് ചെയ്തു എന്നുള്ളത് പ്രശ്നമേ അല്ല സോണി സാറേ. ഇതുവരെ നമ്മൾ ഒരു കൊച്ചു നീന്തി തുടങ്ങുന്നു, ഒരു പിച്ച വെച്ച് തുടങ്ങുന്നു. നമ്മൾ എഴുന്നേറ്റ് നിന്ന് നടക്കാൻ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? നമുക്കൊരു തീരുമാനം ഉണ്ടാവണം നടക്കണം എന്നുള്ളത്. കൈ പിടിക്കാൻ നമ്മളുണ്ടെന്നേ, പിന്നെ എന്താ പേടി? നമ്മളുണ്ട് കൈ പിടിക്കാൻ. ഇനിയിപ്പം ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം സാറുള്ളത്. ധൈര്യമായിട്ട് പോണം, എഴുതണം. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ സുഹൃത്ത് വലയത്തിലുള്ള ആളുകൾ, നിങ്ങളോട് ഇവിടെ വന്നിരിക്കുന്നവരോട് പലരോടും പറഞ്ഞിട്ടുണ്ട്, നിനക്ക് രാവിലെ 6 മണിക്ക് ഏതോ ഒരു ചങ്ങായുടെ കേട്ടിട്ട് പോലുമില്ല അവന്റെ ക്ലാസ്സിലൊക്കെ പോയിരിക്കുന്നത് നിനക്ക് പ്രാന്താണോ എന്ന് ചോദിച്ചാൽ എത്ര ആൾക്കാരുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോ നിനക്ക് വട്ടാണോ ചോദിക്കുന്ന എത്രയോ പേരുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ബോച്ചെ വട്ടനാണോ? ഇലോൺ മസ്ക് വട്ടനാണോ? നിങ്ങൾ ഓരോരുത്തരും എടുത്തോ. സ്റ്റീവ് ജോസ് വട്ടനായിരുന്നോ? സുന്ദർ പിച്ചെ, തനി പിച്ചേണോ? സാധാരണത്തെ രീതിയിൽ നിന്ന് മാറി ചിന്തിക്കുന്ന സമയത്താണ് ഒരു സിഇഒ യഥാർത്ഥത്തിൽ ജനിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ 80% ആളുകൾ ഇപ്പോഴും കോമൺ സാധാരണക്കാരനായി ജീവിക്കുന്നത്? അവനെ സംബന്ധിച്ചോളം രാവിലെ ആവണം, ഭക്ഷണം കഴിക്കണം, പണിക്ക് പോകണം, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണം, വൈകുന്നേരം തിരിച്ചു വരണം, ഭക്ഷണം കഴിക്കണം, കിടന്നുറങ്ങണം, ഇടയ്ക്കിടയ്ക്ക് എന്റർടൈൻമെന്റ്, പുറത്തു പോകണം, കിട്ടണ കാശ് അടിച്ചു പൊളിച്ച് കളയണം. ഇതാണ് ഒരു സാധാരണക്കാരന്റെ കാര്യം. ഞാനൊരു കാര്യം പറഞ്ഞിട്ട്, കഴിഞ്ഞ ദിവസം ഞാൻ എന്റർടൈൻമെന്റും എഡ്യൂട്ടൈൻമെന്റും തമ്മിലൊരു വ്യത്യാസം പറഞ്ഞപ്പോ അതെന്താ സാറേ ഞങ്ങൾക്കും വേണ്ട എന്റർടൈൻമെന്റ് എന്ന് വെച്ചു. മറ്റുള്ളവര് ചെയ്യുന്നത് കണ്ടിട്ട് അതുപോലെ ആക്ട് ആണ്. ഫോമോ എന്ന് പറയും, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടാൻ വേണ്ടിയിട്ടാണ് പലരും പല സ്ഥലത്ത് പോകുന്നിപ്പോ. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോട്ടോ ഇടാൻ വേണ്ടിയിട്ടാണ് പലരും പോകുന്നത്. പിങ്കിയൊക്കെ അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തിനറിയോ? പോയിട്ട് വേണം ഒരു നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് 10 ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസിന് പൂശാൻ, ഒരു 4 റീൽ എടുത്ത് അടിക്കാൻ. എന്തിനറിയോ? മറ്റുള്ളവർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാനും ചെയ്യണമെന്ന. മറ്റുള്ളവർ ചെയ്യാനല്ല നമ്മൾ ഇരിക്കുന്നത്, അതുപോലെ ചെയ്യാനുള്ളതല്ല. അവർ ചെയ്യുന്നത് പോലെ ചെയ്താൽ അവരെത്തുന്ന എവിടെയോ അവിടെ എത്തുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, കോപ്പി അല്ല, ലെജൻഡ്സ് സ്റ്റീൽ ഇറ്റ്, മാസ്റ്റേഴ്സ് കോപ്പി. ഞാൻ സോണി സാറെ കോപ്പി ചെയ്യുകയാണെങ്കിൽ സോണി സാർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ കോപ്പി ചെയ്യാനേ പറ്റുള്ളൂ. സോണി സാർ ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആണെങ്കിൽ സോണി സാറെ മൊത്തത്തിൽ ഞാൻ അങ്ങ് അടിച്ചു മാറ്റും. ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയാം, ഞാൻ എന്റെ മെന്ററെ 100% അടിച്ചു മാറ്റിയതാ, ഒരു പരാതിയില്ല.
ആരെന്ത് പറഞ്ഞാൽ ഇയാളെ കോപ്പിയല്ല മനുഷ്യൻ അടിച്ചു മാറ്റിയതാണ്. അയാൾ സംസാരിക്കുന്ന പോലെ ഞാൻ സംസാരിക്കുമായിരിക്കും, അദ്ദേഹത്തിന്റെ കണ്ടന്റ് ഞാൻ ഉപയോഗിക്കുമായിരിക്കും, അദ്ദേഹത്തിന്റെ രീതി, അദ്ദേഹത്തിന്റെ സ്വഭാവം ഞാൻ ഉപയോഗിക്കും. അത് എന്റെ കഴിവ്, ഞാൻ അടിച്ചു മാറ്റിയതാ. അദ്ദേഹം സക്സസ്ഫുൾ ആണ്, മില്യണറാ, എനിക്ക് മില്യണർ ആവണം, അതിന് ഞാൻ കണ്ട വഴി അതാ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകാൻ എല്ലാ ബസ്സും ഈ വഴിയാണ്, അല്ലെങ്കിൽ എല്ലാ കാറും ഈ വഴിയാണ് പോണത്, ഞാൻ അപ്പുറത്ത് കൂടെ പോകാൻ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവരും പോകുന്നു തിരുവനന്തപുരത്ത് എത്തുന്നു, ഞാൻ ഈ വഴി തന്നെ പോകും. തിരുവനന്തപുരത്ത് എത്തുന്നില്ലെങ്കിലോ ആ വഴി പോവില്ല. ശരിയാണോ ഞാൻ പറയുന്നത്? നമ്മുടെ നാട്ടിലെ NH എന്താ ഉണ്ടായിരിക്കുന്നത്? കോപ്പിയല്ലേ, സോറി മറ്റേ അടിച്ചു മാറ്റിയതല്ലേ? സോണി സാറ് പോകുന്നു, എവിടുന്ന് സോണി സാറ് കൂടെ എവിടെ എനിക്ക് ഓർമ്മയില്ല, എങ്ങനെ എറണാകുളത്ത് തിരുവനന്തപുരത്തേക്ക് പോകാൻ എല്ലാവരും പോകുന്നത് അരൂര് വഴിയാണ്. അരൂർ, ആലപ്പുഴ, കൊല്ലം നേരെ പോകുന്നു. അവിടെ പോയപ്പോ എല്ലാവരും തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്, എന്നാൽ ഞാനും തിരുവനന്തപുരത്തേക്ക് പോകാൻ വഴി തന്നെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെയല്ല ഹരിദാസേട്ടാ? അതിനെ അടിച്ചു മാറ്റലെന്ന് പറയുന്നത്, അതേ സിസ്റ്റം, അതേ വണ്ടിയുടെ ഗിയർ ഇടല വരെ, സിഗ്നൽ എത്തുന്നു, നിർത്തുന്നു, പച്ച ലൈറ്റ് വളർത്തി കഴിഞ്ഞാൽ പോകുന്നു. ദാറ്റ്സ് കോൾ. അപ്പൊ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് എത്തണമെങ്കിൽ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് എത്താനുള്ള പ്ലാനുമാണ്. കാസർഗോഡ് പോകാനുള്ള പ്ലാനും തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോറി, തിരുവനന്തപുരത്ത് പോകാനുള്ള പ്ലാനും കാസർഗോഡേക്കുള്ള വഴി പോയി കഴിഞ്ഞാൽ എത്തില്ല, കുറച്ച് ചുറ്റും. ഇപ്പൊ ക്ലിയർ ആയോ? ഒന്നും കൂടി ഞാൻ പറഞ്ഞത്, ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റിലാണ് നമ്മൾ നിൽക്കുന്നുണ്ടോ അവിടെ. ഇവിടെ അനില ടീച്ചറോട് CEO റോൾ എന്താ വെച്ചപ്പോ സ്ട്രാറ്റജി, വിഷൻ എന്നവിടെ മറ്റേ കാണാപ്പാടം പറഞ്ഞു. വളരെ ഈസി ഒന്നല്ല അത് പറയാനും ചെയ്യാനും, വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇരിക്കുന്ന ചില മഹാമാരുണ്ട്, ഞാൻ പേരെടുത്ത് വിളിക്കുന്നില്ല, ഗോൾഡ് ഡയറിയൊക്കെ എടുത്തിട്ട് എന്റെ അടുത്ത് നിന്ന് പൈസയും കൊടുത്ത് 4000 5000 മേടിച്ചിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോയ ആൾക്കാരുണ്ട്. ആ ഡയറിയിൽ ഒരു വാക്ക് ഇതുവരെ കുറിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. ഞാൻ അതിന്റെ ലിസ്റ്റ് എടുക്കാൻ പോയി കഴിഞ്ഞാണ്ടല്ലോ പണിയാവും. ചിരിച്ചോ, ആരാ പേര് ഞാൻ പറയണില്ല, നല്ലോണം ചിരിച്ചോ. ഹരിദാസേട്ടാ പറയരുത്. സർ അതെ, ഞാൻ ആദ്യം ഈ ചരമക്കുറിപ്പ് എഴുതാൻ പറഞ്ഞപ്പോഴേ ആദ്യം എനിക്ക് അതൊട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഹരിദാസേട്ടൻ പക്ഷെ മാത്രമേ ഇവിടെ ഇരിക്കുന്ന ആർക്കും പറ്റിയിട്ടില്ല, എനിക്കറിയാം. പക്ഷെ ഇപ്പോ എനിക്കത് മനസ്സിലാവുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ മരണക്കുറിപ്പ് എഴുതുമ്പോൾ അതിലേക്ക് എത്താനുള്ള നമ്മൾ സ്വീകരിച്ച മാർഗങ്ങൾ, അതൊരു പ്രധാന ഘടകമാണ്. ആ മാർഗങ്ങളാണ് നമുക്ക് ആവശ്യം. ചരമക്കുറിപ്പ് എങ്ങനെയും വരട്ടെ. പിന്നിപ്പോ സാറ് പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യമുണ്ടല്ലോ, അതായത് ഗോൾ എഴുതുക എന്നുള്ളത്. ഞാനും ഗോൾ എഴുതാറുണ്ട്, പക്ഷെ അതെങ്ങനെയാണ്, ഏത് രീതിയിലാണ് വിശദീകരിച്ച ഒരു എഴുത്ത് ഇല്ല. നമ്മളിപ്പോ ഓരോ ഘട്ടത്തിലും എന്തൊക്കെ ചെയ്യണം. ഗോൾ എഴുതാന്ന് പറയുമ്പോ ഈ പറഞ്ഞ മാതിരി അതിന്റെ ചുരുക്കം എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാല് ഭാവനയിലുണ്ട്, ഭാവനയിലല്ല വേണ്ടതെന്നാണ് ഇപ്പോ എനിക്ക് മനസ്സിലാവുന്നത്. കൃത്യമായിട്ട്, അതായത് ഇപ്പോ ചുരുക്കി പറഞ്ഞാൽ ഒരു സിനിമ നിർമ്മിക്കണമെങ്കിൽ തിരക്കഥ വേണം. ആ തിരക്കഥയാണ് നമ്മൾ ഇപ്പോ രചിച്ചു വെക്കേണ്ടത്. നമ്മൾ തുടങ്ങിയ ബിസിനസ് അത് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത്, ആ തിരക്കഥ നമ്മൾ ശരിക്കും കൃത്യമായിട്ട് എഴുതി വെക്കുകയാണെങ്കിൽ, ശരിക്കും ഞാനതൊന്നും ചെയ്യാറില്ല. ഇപ്പൊ സാർ പറഞ്ഞപ്പോ എനിക്കത് എന്റെ മനസ്സിലേക്ക് ഹരിദാസേട്ട മാത്രമല്ല, ഞാൻ ഇവിടെ ഇരിക്കുന്ന 98% ആളുകൾ ചെയ്യാറില്ല. അപ്പൊ ശരിക്കും അത് തന്നെയാണ് നമ്മളെ വിജയത്തിന് ആധാരം. നമ്മൾ ഓരോ ദിവസവും എഴുതി വെക്കുന്നത്, അല്ലെങ്കിൽ ഒരു മാസം നമ്മൾ ചെയ്യുന്നത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട്, അത് നടപ്പാവുന്നില്ലെങ്കിൽ അത് എങ്ങനെ നടത്താം എന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ ഒരിട വരും, ഒരു സാഹചര്യം നമുക്ക് അവിടെ വരും. എല്ലാ ദിവസവും നമ്മൾ ഗോൾ എഴുതി വെച്ചിട്ട് അത് നമ്മെ എത്രത്തോളം അത് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത്, അതാണ് ഇതില് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മനസ്സിലാക്കാൻ വെച്ചാൽ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല തോന്നുന്നു. ഞാനിപ്പോ പറയുമ്പോൾ കുറെ ബിസിനസ് നടത്തിയിട്ടുള്ള ആളിന് തകർന്ന് തരിപ്പണമായിട്ടുണ്ട്, പിന്നെയും തുടങ്ങുന്നു. ഇപ്പോഴും ഞാൻ ഇപ്പൊ എന്റെ ബാധ്യത എന്നൊക്കെ വലിയൊരു ബാധ്യതയാണ്. പക്ഷെ എങ്കിൽ പോലും ഞാൻ ഇപ്പൊ ഒരു പ്രസ്ഥാനം ഇപ്പൊ തുടങ്ങിയിരിക്കുന്നു, 4 മാസമായിട്ടുള്ളൂ. പക്ഷെ എനിക്ക് വിജയിച്ചേ മതിയാവൂ, ഞാൻ നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ. അപ്പൊ അതിനുള്ള ഏറ്റവും നല്ലൊരു തോക്താണ് ഇപ്പൊ സാർ ഇപ്പൊ ഈ പറഞ്ഞത്.
എല്ലാ എഴുതി മിക്ക ക്ലാസ്സിൽ വെക്കുമ്പോൾ പോകുമ്പോൾ ഞാൻ ഈ ഒരു ഐപാഡ് വാങ്ങിയത് നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകാർ വാങ്ങുന്ന ഒരു സാധനമാണ് ഈ ഐപാഡ്. വെറുതെ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്നതാണ്. ഞാൻ ഈ ഐപാഡ് വാങ്ങിയിട്ട് ആകെ ഉപയോഗിക്കുന്നതില് ബുക്ക് എഴുതാൻ പറ്റുന്ന ബുക്ക് നോട്ട് ബുക്ക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഞാൻ അത് മാത്രം ഉപയോഗിക്കാറുണ്ട് ബേസിക്കലി. സത്യം. ഞാൻ അല്ലെങ്കിൽ ചിലപ്പോൾ യൂട്യൂബ് എന്റെ പിള്ളേര് ചിലപ്പോൾ അത് എടുത്തോണ്ട് പോയിട്ട് വീഡിയോസ് ഒക്കെ കാണാറുണ്ടെന്നല്ലാതെ ഞാനത് വേറെ ഒന്നിനും ഉപയോഗിക്കാറില്ല. എഴുതുക എഴുതുക എഴുതുക. എന്തിനാ നമ്മൾക്ക് പണ്ട് ഇമ്പോസിഷൻ എഴുതി? ഇപ്പൊ മനസ്സിലാവുന്ന എന്തിനറിയും? നമ്മളത് കാണാപ്പാടാക്കാനാണ്. അന്ന് പണ്ട് ഇമ്പോസിഷൻ എഴുതി നമ്മൾ ഓർത്ത് വയ്ക്കും. എഴുതി കഴിഞ്ഞാൽ അതിന്റെ മാറ്റം ഉണ്ടാവും. ഡെയിലി രാവിലെ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, ഡെയിലി രാവിലെ ഞാൻ ഇവിടെ ഇരിക്കുന്ന പലർക്കും കൊടുത്തിട്ടുണ്ട് ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം. ഇന്ന് എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയില്ല. ഹരിദാസേട്ടൻ അറിയാം, ഹരിദാസേട്ടൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അറിയാം. ശരിയാണോ? നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു ടാസ്ക് അസൈനർ എടുത്തിട്ട് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. ഇന്ന് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. എനിക്കിന്ന് കടയിൽ പോകണം, സാധനങ്ങൾ വാങ്ങണം, ഇന്ന ആളെ മീറ്റ് ചെയ്യണം, ഇന്ന ആളുടെ നിന്ന് പൈസ മേടിക്കണം, ഇത്ര ആളുടെ നിന്ന് സർവീസ് കൊടുക്കണം, ഇന്ന ആൾക്ക് ഓർഡർ കൊടുക്കണം. ഇങ്ങനെ എഴുതി വെക്കും. രാവിലെ ഒരു 5 മിനിറ്റ് ഈ പരിപാടി കഴിഞ്ഞിട്ടോ 5 മണിക്കോ 5:30 മണിക്കോ 6 മണിക്കോ ഞാൻ അത് എഴുതി വെക്കുന്ന ഒരാൾ. അതുകൊണ്ടാണ് വൈകുന്നേരം ഇത് ഓരോന്ന് കഴിയുമ്പോഴും ഇങ്ങനെ ടിക്ക് 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 ഇട്ടിട്ട് പോയിട്ട് 10, 12, 15 കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. നമ്പർ 1. രണ്ടാമത്തെ കാര്യം, ഈ സന്തോഷം എന്തിനാ ഉണ്ടാവുന്നത്? നിങ്ങൾ നിങ്ങളുടെ ഗോളിലേക്ക് എത്താനുള്ള, റീച്ച് ആവാനുള്ള കാര്യങ്ങളാണ്. ഏത് മതങ്ങളാണെങ്കിലും മതമില്ലാത്തവരാണെങ്കിലും പറയുന്നത് സ്വർഗത്തിലേക്ക് എത്താനും അല്ലെങ്കിൽ വളരെ എന്താ പറയാ ആ എറ്റേണിറ്റിയിലേക്ക് എത്താനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആണോ? അതെത്താൻ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കർമ്മങ്ങളാണ് മിഷൻ. ആ കർമ്മങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഡയറക്ഷൻ. അത്രേ ഉള്ളൂ. നമ്മുടെ ഉള്ളിലുള്ളത് തുറന്ന് പറയാറ്. നമ്മൾ പല മതങ്ങളിൽ പോയിട്ട് നമ്മൾ ക്രിസ്ത്യാനിറ്റി ആണെങ്കിൽ കുർബാന ചൊല്ലാറുണ്ട്, മുസ്ലിം ഹിന്ദുക്കളിൽ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. എന്താണ് പ്രാർത്ഥന? നമ്മൾ കുമ്പസരിക്കാറുണ്ട്. ഉണ്ട്. നമ്മുടെ ഉള്ളിൽ വന്ന കാര്യങ്ങളെ രണ്ടാമതും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ഓർക്കും. ഇന്നത്തെ ബിസിനസ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് കാണാപ്പാടം എഴുതി വെച്ച് നാളെ പരീക്ഷയ്ക്ക് പാസ്സാവാനുള്ള സാധനമല്ല. ഇത് നിങ്ങൾക്ക് തരുന്ന തോട്ടുകളാണ്. ഇന്ന കാര്യം ഞാൻ ചെയ്യണം. ഞാൻ ഇവിടെ പറയുന്ന സമയത്ത് നിങ്ങൾ എഴുതി വെക്കേണ്ടത് 4 റോൾ ഓഫ് CEO: ക്രിയേറ്റിവിറ്റി, പ്രൊഡക്ടിവിറ്റി, പ്രോസ്പെരിറ്റി. എഴുതി വെക്കല്ല വേണ്ടത്. ക്രിയേറ്റിവിറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അവിടെ എഴുതി വെക്കണം. പ്രോസ്പെരിറ്റി എങ്ങനെയാവണം എന്നുള്ളത് എഴുതി വെക്കണം. ഹ്യൂമാനിറ്റിയിൽ ഞാൻ ഇന്നത് ചെയ്യണമെന്ന് എഴുതി വെക്കണം. അപ്പൊ നിങ്ങൾ കൃത്യത്തിലുള്ള CEO. എല്ലാ വലിയ കമ്പനികൾക്കും, അത് ടാറ്റ ആയിക്കോട്ടെ, ബിർള ആയിക്കോട്ടെ, അദാനി ആയിക്കോട്ടെ, റിലയൻസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, വിഷൻ ഉണ്ട്, വിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, മിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നിങ്ങളുടെ കമ്പനിക്ക് ഉണ്ടോ? എന്റെ കമ്പനിക്ക് ഉണ്ടോ? ഇനി അഥവാ വെബ്സൈറ്റിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകാം, അത് എന്താന്ന് നിങ്ങൾക്ക് അറിയോ? ഓർമ്മ ഉണ്ടോ? അത് ചിലപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റുകാരൻ വിഷൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചതാവും. അതെന്താന്ന് നിങ്ങൾക്ക് അറിയൂ? നിങ്ങളാണ് നിങ്ങളുടെ ജോലിക്കാരോട് പറയണത് പണിയെടുക്കണം. മുതലാളിക്ക് അറിയില്ല എന്ത് ചെയ്യണം എന്നുള്ളത്. തോട്ടം കളയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ എവിടെ കളയ്ക്കണം എന്നറിയില്ല ആർക്ക് സ്ഥലം ഉടമയ്ക്ക്. പിന്നെ പണിക്കാരനറിയൂ? പണിക്കാരെങ്ങനെയെങ്കിലും അവന്റെ എക്സ്പീരിയൻസിന് പുറത്ത് കളച്ചോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ അവിടെ കിളക്കലേ ഉണ്ടാവുള്ളൂ. നാൻസി മാഡം, നല്ല ടീച്ചറെ, കമ്പനി നമ്മൾ തുടങ്ങി. ഇന്ന് ഇരുന്ന് എഴുതി ഉണ്ടാക്കണം. എന്തറിയോ? നമ്മൾ ഈ പരിപാടി എങ്ങനെ കൊണ്ടുപോകും? ജൂലൈയിൽ, ഓഗസ്റ്റില്, സെപ്റ്റംബറിൽ, ഒക്ടോബറിൽ, നവംബറിൽ, ഡിസംബറിൽ എത്ര രൂപയുടെ കച്ചവടം എനിക്ക് ചെയ്യണം? ആ രൂപയുടെ കച്ചവടം എനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ രൂപയുടെ കച്ചവടമല്ല, പ്രോഫിറ്റ് എത്ര കയ്യിൽ വേണം? ആ പ്രോഫിറ്റിന് എത്ര രൂപയുടെ കച്ചവടം ചെയ്യണം? അത് ചെയ്യണമെങ്കിൽ എത്ര പ്രൊഡക്ഷൻ വേണം? അതിന് വേണ്ടിയിട്ട് എത്ര സെയിൽസ് വേണം? തീരുമാനിച്ചു കഴിഞ്ഞാൽ യു വിൽ ബി സേഫ്. പിന്നെ ഇതൊന്നും നടന്നില്ലെങ്കിൽ കസ്റ്റമറെ കുറ്റം പറയുന്ന, സിസ്റ്റത്തിനെ കുറ്റം പറയുന്ന സ്വഭാവം പാടില്ല. നിങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, 2 പേര് ടീച്ചർ ആയിരുന്നതുകൊണ്ട് ഞാൻ പറയാം, ടീച്ചർ ആകുന്നതുകൊണ്ട് പറയാം, മറ്റേ മോശക്കാരൻ ആയുധങ്ങളെ കുറിച്ച് കുറ്റം പറയും അല്ലെ? അതിന് ഇംഗ്ലീഷ് വേർഡ് എന്ന് വെച്ചാൽ പറഞ്ഞു. ടീച്ചർ മറ്റേ മ്യൂട്ടാണോ? ഒന്ന് പറയുക, എല്ലാവരും കേൾക്കട്ടെ.
A bad workman blames the tool. യെസ്, നിങ്ങൾ കസ്റ്റമറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാർക്കറ്റ് ഡൗൺ ആണ്, ഒന്നും നടക്കുന്നില്ല, കസ്റ്റമറുടെ കയ്യിൽ കാശില്ല. അംബാനി അവിടെ പൊളിക്കിന് കണ്ട കല്യാണം, പൊളിക്കിന് കണ്ട അയാള് നിങ്ങളുടെ മാർക്കറ്റിൽ നിന്നാ കാശ് കൊണ്ടുപോകുന്നത്, അല്ലാണ്ട് അയാൾ വേറെ എവിടെന്നെങ്കിലും കാശ് പ്രത്യേകിച്ച് ബാങ്ക് അക്കൗണ്ടിൽ മറ്റു തുറന്നിട്ടൊന്നുമില്ല. ഓരോരുത്തരെടുക്ക് പൊളിക്കുന്ന കാണുക, അവർ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇരുന്നിട്ട് കസ്റ്റമർ കാശ് ഇറക്കുന്നില്ല. കോവിഡിന് ശേഷം ആക്ച്വലി കസ്റ്റമറുടെ കയ്യിൽ കാശില്ല. ചുമ്മാ കാശില്ലാത്ത കസ്റ്റമറെ പിന്നാലെ പോയാൽ കാശ് ഉണ്ടാവില്ല, കാശുള്ള കസ്റ്റമറും ഉണ്ട്, അവരെ പിന്നാലെ പോകും. ഇല്ലാത്തവന്റെ പിന്നാലെ പോണ്ടെന്നേ. നമ്മുടെ ചുറ്റുമുള്ള 5 പേരാണ് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥിരമായിട്ടുള്ള നമ്മുടെ ഗ്രൂപ്പാണ് നിങ്ങളുടെ വരുമാനവും തീരുമാനിക്കുന്നത്. പിങ്കി, ഞാൻ ഉറപ്പിച്ച് പറയാം പിങ്കി ആസ് എൻ എംപ്ലോയി ഇവിടെ വന്നിരിക്കുന്നു. നിങ്ങൾ ഇരിക്കുന്നത് ഒരു ബിസിനസ്സുകാരുടെ ഗ്രൂപ്പിലാണ്. നിങ്ങൾ ഇതിലിരിക്കുന്ന ജസ്റ്റ് വന്ന് അറ്റൻഡ് ചെയ്ത് പോയിട്ട് കാര്യമില്ല, മറിച്ച് ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ കൃത്യമായിട്ട് നെറ്റ്വർക്കിംഗ് ചെയ്താൽ, അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ, അവരോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഉറപ്പിച്ച് പറയുന്നത് പിങ്കിയുടെ വരുമാനം കൂടും. ശമ്പളം കൂടുമെന്ന് എനിക്കറിയില്ല, വരുമാനം അടുത്ത 6 മാസം. പക്ഷെ കൃത്യമായിട്ട് നെറ്റ്വർക്കിംഗ് ചെയ്യണം. ഇവിടെ നടക്കാത്ത കാര്യമേ. ഈ ഗ്രൂപ്പ് എന്തിനാന്ന് പോലും പലർക്കും ഇപ്പോഴും അറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. എന്നോട് ഒരാൾ വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞു, ഒരാൾ ആരാന്ന് ഞാൻ പറയുന്നില്ല, അതെ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അദ്ദേഹം വിളിച്ചിട്ട് പരിചയപ്പെടാനാണ് വിളിച്ചു. ഇതൊക്കെ ബുദ്ധിമുട്ടല്ലേ? അതാരുമല്ല, സാക്കീർജി എവിടെ ഉണ്ടാവും എനിക്കറിയാം. അദ്ദേഹം എന്തിനാണ് അദ്ദേഹം ഗ്രൂപ്പ് കൃത്യമായിട്ട് ഉപയോഗിക്കും. ഇവിടെ ഇരിക്കുന്ന ജോജി അദ്ദേഹത്തിന് അറിയാം, ജീവൻ സാറെ അറിയാം, അവരോട് കച്ചവടം സംസാരിച്ചിട്ടുണ്ട്, പേഴ്സണൽ ആയിട്ടുള്ള കാര്യം സംസാരിച്ചിട്ടുണ്ട്. പുള്ളി വിളിക്കും, എല്ലാവരോടും സംസാരിക്കും. എന്താ തെറ്റ്? അദ്ദേഹത്തിന് നിങ്ങളെ കുറിച്ച് അറിയണം, അത് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്. എന്നിട്ട് അവസാനം പറയുന്ന ഡയലോഗ് ഉണ്ട്, എന്തറിയോ? എന്റെ ബിസിനസ് നിങ്ങളുടെ ബിസിനസ് കൂടി കണക്ട് ചെയ്യാൻ പറ്റുമോ? പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം. വിൻ വിൻ സിറ്റുവേഷനാണ്. ഇവിടെ എത്ര പേര് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരെ പരിചയപ്പെട്ടു? ഞാൻ ടീമായിട്ട് ഗ്രൂപ്പ് ലീഡേഴ്സ് ആയിട്ട് എന്തിനാ ഈ വരുന്ന ഞായറാഴ്ച എന്തിനാ ബിസിനസ് കിസ് നടത്തുന്നത്? ഈ നെറ്റ്വർക്ക് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനാണ്. ലീഡേഴ്സ് നിങ്ങളുടെ ടീമിനെ കണക്ട് ചെയ്യണം എന്തിനാ? ആ നെറ്റ്വർക്ക് സിസ്റ്റം കണക്ട് ചെയ്യാനാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ ഇൻഡസ്ട്രിയോട് ബന്ധപ്പെട്ട ആൾക്കാർ തന്നെ ആയിരിക്കും നിങ്ങളുടെ ഗ്രൂപ്പിൽ ഉണ്ടാവുക മാക്സിമം. എനിക്ക് അറിയുന്നവരൊക്കെ ഞാൻ അങ്ങനെ തന്നെ ഗ്രൂപ്പിൽ ഇട്ടിരിക്കണം. എന്തിനറിയത്? നിങ്ങളുടെ കോമ്പറ്റേറ്റർ ആയിരിക്കാം ചിലപ്പോൾ. എന്തിനറിയോ നിങ്ങൾക്കത്? നിങ്ങൾ ഡിസ്കസ് ചെയ്യണം ബിസിനസ്. നിങ്ങൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചെയ്യണം. മയൂർബായിക്ക് കിട്ടിയിരിക്കുന്ന എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള സാക്കിർജി അല്ലേ ടീമിന് കിട്ടിയിരിക്കുന്നത്? ഞാൻ മനഃപൂർവ്വം ഇട്ടതാ. ജോജിക്ക് കൊടുത്തിട്ടുള്ളത് ജോജിയുടെ ടീമിനുണ്ട് പിങ്കി. 2 പേര് ഓവർസീസാ ചെയ്യണം, എനിക്കറിയാം. ഗോപേട്ടൻ കുസാറ്റിലെ ഗോപേട്ടൻ ഉണ്ടോന്ന് അറിയില്ല എനിക്ക്. എഡ്യൂക്കേഷനാ. നിങ്ങളുടെ ടീമിനെ വരെ ഞാൻ സെറ്റ് ചെയ്തിട്ട് എന്തിനറിയോ? പരസ്പരം കണക്ട് ചെയ്യാൻ. എനിക്ക് അറിയുന്നവരൊക്കെ ഞാൻ ഒരു ഗ്രൂപ്പുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ഒരേ തരത്തിലുള്ള ബിസിനസ്സുള്ള ആളുകൾ. എന്തിനാ? ക്രിയേറ്റ് നെറ്റ്വർക്ക് മാൻ. പണ്ടത്തെ പോലെ ഒറ്റയ്ക്ക് പൊരുതാനൊന്നും പറ്റില്ല. ഇപ്പൊ ഗ്രൂപ്പുകളിയാ മൊത്തം. അത് രാഷ്ട്രീയത്തിലാണെങ്കിലും അതെ, ബിസിനസ്സിലാണെങ്കിലും അതെ. കേരളത്തിൽ എത്ര ബിസിനസ് ഗ്രൂപ്പ്സ് ഉണ്ട് അറിയാം നിങ്ങൾക്ക്? BNI ഉണ്ട്, KBN ഉണ്ട്, പിന്നെ കുറെ ടീമുകളുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് ഒരു ടീം കേരളത്തിലേക്ക് വരുന്നുണ്ട്. അവരുടെ കഴിഞ്ഞ ദിവസം ഞാനോട് സംസാരിച്ചിരുന്നു. ബിസിനസ് ഗ്രൂപ്പുകളാണ്. ഇനി പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു CEO, രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയാൻ പോയത്, ഒരു CEO മിഷനും മാത്രം ഉണ്ടായാൽ പോരാ, നടക്കുന്ന കാര്യങ്ങൾ എന്താന്നുള്ളത് സെൽഫ് ഇംപ്രൂവ്മെന്റിന് തയ്യാറാവണം. ഈ ഇൻഡസ്ട്രിയിൽ, ഈ മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് സ്ട്രാറ്റജി തയ്യാറാക്കുന്നതാണ് ഒരു CEOന്റെ ജോലി. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നാളെ സംസാരിക്കാം. ഐ ഹാവ് ലൈക്ക് 7 മണി എന്ന് പറഞ്ഞാൽ നിർത്തുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 7 മണിക്ക്, കാരണം പലർക്കും ഇവിടെ 7 മണിക്ക് ഇറങ്ങിപ്പോകാൻ തിരക്കായിട്ടിരിക്കും. 7 മണി. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? യെസ്, അമ്പടി പറയും. ഞാൻ എന്റെ ചരമക്കോളം ഞാൻ എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. പിന്നെ ഞാൻ ഓർക്കുന്നത്, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്, ഇന്നത്തെ എന്റെ അവസ്ഥയ്ക്ക് എന്താണോ കാരണം, എന്താണോ അത് ഞാൻ തന്നെയാണ് അതിന്റെ കാരണക്കാരി എന്ന് വിശ്വസിക്കുന്ന എന്റെ അനുഭവത്തിലൂടെ പഠിച്ചിട്ടുള്ളതാണ്. ഇന്ന് അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഏത് അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിലും നിങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവന് ഒരു റോളും ഇല്ല, നിങ്ങൾക്ക് തന്നെയാണ്.
അതുപോലെ ഞാനൊരു MD ക്ലബ് ഓർ CEO, അതാണ് എന്റെ ക്ലബ്ബ്, അതാണ് ഞാൻ SBI ഇതുവരെ നിൽക്കുന്നത്. അപ്പോ പക്ഷേ എന്ന് വെച്ചിട്ട് ഭയങ്കര കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആളൊന്നുമല്ല ഞാൻ. എന്റെ മാക്സിമം ഞാൻ ചെയ്യാറുണ്ടായിരുന്ന സമയത്ത് അതെനിക്ക് അതുപോലെ ബിസിനസ്സും വരുമായിരുന്നു. ഞാൻ ചില സമയത്ത് ഞാൻ എഴുതി വെക്കാറുണ്ട്, ഈ വർഷം കഴിയുമ്പോൾ ആരായിരിക്കും, ഞാൻ എവിടെയായിരിക്കും എന്നുള്ളത് എഴുതി വെച്ച് ഞാനൊരു ഒരു ലെറ്റർ എഴുതുന്നത് പോലെ എഴുതിയിട്ട് ഞാനിവിടെ ഗുരുവിന്റെ അടുത്ത് ഇങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ടാവും. പക്ഷെ ആ ന്യൂ ഇയർ കഴിയുമ്പോ ഞാനത് എടുത്തു നോക്കുമ്പോ കറക്റ്റ് അത് ഞാൻ ക്വാളിഫൈ ആയിട്ടുണ്ടാവും. ഞാനത് ഇന്നതൊക്കെയാണ് എന്റെ മനസ്സിലുള്ള, ഇതുപോലെ എനിക്ക് പോകണം, ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് പിന്നീട് എടുത്തു നോക്കുമ്പോ ഞാൻ അവിടെ എത്തിയിട്ടുണ്ടാവും. ഞാൻ അതിനനുസരിച്ച് കറക്റ്റ് കാൽക്കുലേഷനിലൂടെ ഒന്നും പോരല്ല, എന്റെ സാഹചര്യം വെച്ചിട്ട് ഞാൻ മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട്, കുറെ ആഗ്രഹിക്കാറുണ്ട്, അതിനനുസരിച്ച് പോകാനായിട്ട് നോക്കാറുണ്ട്. എന്നെ പറ്റി പല ആൾക്കാരും എന്നോട് ഇങ്ങോട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പറഞ്ഞാണ് ഞാൻ അറിയുന്നത്. അമ്പിളിയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അമ്പിളിക്ക് ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാ, അതെങ്ങനെയാണെങ്കിലും ലാസ്റ്റ് നിമിഷം വരെ ആ ആശ കൈവിടാണ്ട് വെച്ചോട്ട് ലാസ്റ്റ് നിമിഷം വരെ പൊരുതും, അത് കിട്ടിയിരിക്കും. അത് അമ്പിളിയുടെ ഒരു ഇതാണെന്ന് പറയുമ്പോഴാണ് ഞാൻ എങ്ങനെയാണോ ഒന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഇന്നലെ കൂടി എന്നോട് പറഞ്ഞു. അപ്പൊ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും പിന്നെ സാർ പറഞ്ഞ പോലെ ഒരു ചെറിയ കാര്യം ചിലപ്പോ പറയുമായിരിക്കും, പറയുന്ന ആ ചെറിയ കാര്യം ഒന്നും നോക്കണ്ട് അതുപോലെ തന്നെ പറഞ്ഞത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത് ചെയ്യുമ്പോ പിന്നെ പിന്നീട് അടുത്ത കാര്യം പറയുമ്പോഴേക്കും നമ്മളുടെ മാനേജേഴ്സ് തന്നെയാണ് പറയും, ഇത് ഇങ്ങനെ ചെയ്തു നോക്കൂ എന്ന് പറയുമ്പോഴേക്കും അത് ചെയ്യാറുണ്ട്. പിന്നെ അത് സക്സസിലോട്ട് വരാറുണ്ട്. അത് പിന്നെ ചരമക്കോളം ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് അന്ന് ഞാൻ ആയിരിക്കും എന്നുള്ളതും ഒക്കെ ഞാൻ അന്ന് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് എഴുതിയതാണ് ഞാൻ. ആദ്യം എനിക്ക് കേട്ടപ്പോ, അന്നൊക്കെ കേട്ടപ്പോഴും എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും കൂടി പിന്നെ ഞാനത് റിയലൈസ് ചെയ്തു. ഇപ്പൊ എനിക്ക് അങ്ങനെ ഒന്നും വേറെ തോന്നാറില്ല. കാരണം ഇപ്പോഴത്തെ നമ്മളുടെ അവസ്ഥയ്ക്ക് എന്താണോ അത് നമ്മൾ തന്നെയാണ് കാരണക്കാരി. അമ്പിളി, അല്ല ഈ ഹരിദാസേട്ടൻ തുറന്നു പറഞ്ഞു എന്ത് എനിക്കത് ബുദ്ധിമുട്ട് തോന്നിയെന്ന് ചരമക്കോളം എഴുതാൻ പറഞ്ഞപ്പോ. ഇവിടെ പലരും അത് തുറന്നു പറഞ്ഞില്ല, ഇവരുടെ മനസ്സിലുണ്ട്, ആദ്യമുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന കാര്യം എന്റെ പറയാനുള്ളത് ഞാൻ പറയണ്ടേ. ഇവിടെ ഇരിക്കുന്ന നിഷയുടെ ഇത് എപ്പോഴും എന്റെ എനിക്ക് തോന്നുന്നു എന്റെ ഐപാഡിൽ ഇപ്പുണ്ട്. നിഷ ചരമക്കുറിപ്പ് എഴുതി വെച്ചിരിക്കുന്ന അത് ഇവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. വേണം ഞാൻ ഇട്ട് തരാം. നിഷ വേണ്ടത് പണ്ട് എഴുതിയത്. തെറ്റൊന്നുമില്ല, നമ്മൾ നമ്മുടെ ടാർഗറ്റ് സെറ്റ് ചെയ്യുക. അമ്പിളിയെ കുറിച്ചൊരു വാക്ക്, ഒരു ഇൻഷുറൻസ് ഏജന്റിന് എന്താണ് ഈ വീട്ടിൽ കാര്യമെന്ന് നമ്മൾ പലരും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് അമ്പിളി. നമ്മൾ കാണുന്ന ഇൻഷുറൻസ് ഏജന്റുമാര് ആളുകളോട്, ജോലിക്കാരോട് ഒരു പോളിസി എടുക്കണേ എന്ന് ബെഗ് ചെയ്യുന്ന സമയത്ത് 1 കോടി രൂപയുടെ പോളിസി എടുക്കണേന്ന് സജസ്റ്റ് ചെയ്യുന്ന എന്താ പറയാ എക്സ്പേർട്ടാണ് അമ്പിളി. അതാണ് വ്യത്യാസം. സോ അമ്പിളി വിൽ അച്ചീവ് ഹയർ. അമ്പിളിയും ഇൻഷുറൻസ് ഏജന്റ് ആണ്, നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയും ഇൻഷുറൻസ് ഏജന്റ് ആണ്. ദാറ്റ്സ് എ ഡിഫറൻസ്. അമ്പിളിയുടെ ലക്ഷ്യങ്ങൾ, അമ്പിളിയെ സംബന്ധിച്ചിടത്തോളം അമ്പിളിക്ക് 1 മിനിറ്റ് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻ എനിക്ക് പേഴ്സണലി അറിയാം, അതുകൊണ്ടായ പറഞ്ഞു. പക്ഷെ ഷീസ് ഡൂയിങ് സംതിങ്. പറയും ഞാൻ ആരെങ്കിലുമൊക്കെ. രാമേന്ദ്രൻ സാറെ പറയും. രാമൻ സാറെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ഇത് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ ഇത് ആലോചിച്ചിട്ടുണ്ട് പല പ്രാവശ്യം. മറന്നു പോകുന്നേ. അപ്പൊ ആലോചിച്ച സമയത്ത്, മുമ്പെല്ലാം ആലോചിച്ച സമയത്ത് എനിക്ക് തോന്നി ഞാൻ മരിച്ചു കിടന്നാല് ഒരു 10 രൂപ റീത്ത് കിട്ടും, ആ വീടിന്റെ അടുത്ത് കുറെ കാറുണ്ടാവും, ബ്ലോക്ക് ആവും. പക്ഷെ ഇന്നലെ ആലോചിക്കുമ്പോൾ അത് പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ആൾക്കാരായിട്ട് ബന്ധം കുറഞ്ഞിട്ടുണ്ടാവും. കച്ചവടത്തിൽ കുറഞ്ഞതല്ല, വേറൊരു കാരണം ഞാൻ സാറിന് പേഴ്സണൽ മെസ്സേജ് അയക്കാം. നമസ്കാരം, കേൾക്കുന്നുണ്ടോ? ഓക്കെ സാർ. അപ്പോ എനിക്കും പിന്നെ നമ്മളിപ്പം നേടിയ നേട്ടങ്ങൾ പറയുന്നതിനേക്കാളും ബെറ്റർ എനിക്ക് തോന്നുന്നു സാർ പറഞ്ഞ പോയിന്റ് വെച്ചിട്ട് പലപ്പോഴും മനസ്സിൽ വിഷനും ഒക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും ഒരു ദിവസം കാസർഗോഡേക്ക് പോയി പിറ്റേ ദിവസം കോഴിക്കോട് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മൾ ഈ എഴുതി സാർ പറഞ്ഞ പോലെ കേട്ടിട്ടുണ്ട്, ഇത് കേൾക്കുന്നുണ്ട് നമ്മള്. പക്ഷെ എനിക്കും ഇപ്പൊ സാർ പറഞ്ഞ ആ ഒരു പോയിന്റ്, ചില സമയത്താണല്ലോ നമുക്ക് സ്പാർക്ക് ഉണ്ടാവുക. അപ്പോ
നമുക്ക് സക്സസ് ഉണ്ടായിട്ടുണ്ടാകും. ഈ ഗ്രൂപ്പിലുള്ളവരും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഇത് എഴുതി വെക്കാണ്ട് ഞാൻ ഇത് നേടിയിട്ടുണ്ടാകും എന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. പക്ഷെ എനിക്കിപ്പോഴും റിയൽ തോന്നുന്നു, കുറച്ചും കൂടി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ അമ്പിളിയൊക്കെ പറഞ്ഞ പോലെ നമ്മളൊരു സ്ഥലത്തെങ്കിലും വെച്ചിട്ട് ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് നമുക്കത് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഇപ്പൊ നല്ല സക്സസ് ബിസിനസ് ഷെഡ്യൂൾ വരുമ്പോൾ പിന്നെ നമുക്ക് വിഷനും ഒന്നും ഉണ്ടാവില്ല, അതങ്ങനെ പോകുന്നുണ്ട് എന്നൊരു ചിന്ത ഉണ്ടാവും. അപ്പം റോങ് ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. മീൻസ് കൂടുതൽ ഞാൻ പറഞ്ഞത് സാറിന് മനസ്സിലായോ? കുറച്ച് പണങ്ങൾ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ലക്ഷ്യങ്ങളും കാര്യങ്ങളും ഒക്കെ മറന്നു പോകും. നമ്മളെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഓക്കെ, പക്ഷെ ഒരു കറക്റ്റ് ഒരു മാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തും. അല്ലെങ്കിൽ എത്തിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പണമുണ്ട്, നമ്മൾ എവിടെയെങ്കിലും ഒരു വഴിയിൽ എത്തും. അത് നമുക്ക് കംഫർട്ടായിട്ട് ചിലപ്പം ഫീൽ ചെയ്തേക്കും. അത് ഭാവിയിൽ ശരിക്കും ബിസിനസ്സിനെ അടപടലം ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു ക്ലാരിറ്റി ഞാൻ ചിന്തിക്കുമ്പോൾ അതിന്റെ കുറവ് എൻ്റെ ഇതിലുണ്ട്. മീൻസ് മനസ്സിലുണ്ടാവും. മനസ്സിലുണ്ടാക്കിയാൽ ഏത് മനുഷ്യൻ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ മറന്നു പോകും. അപ്പോൾ അടുത്ത ബസ്സിലായിരിക്കും കയറിയിട്ടുണ്ടാവും, അത് വേറെ ഇടത്തേക്കായിരിക്കും കൊണ്ടുപോയിട്ടുണ്ടാകും എന്ന് എനിക്ക് റിയൽ എന്ന് തോന്നുന്നു. കേട്ടിട്ടുണ്ട് ഇന്നസെന്റ് പറഞ്ഞ പോലെ കേട്ടിട്ടുണ്ട്. പക്ഷെ യെസ്, ഓക്കെ. അപ്പോ ഇന്നത്തെ ഒരു എന്റെ മനസ്സിൽ വന്നൊരു സ്പാർക്ക് അതാണ്. അപ്പോൾ ഒരുപാട് ഡയറി ഉണ്ട്, ഇപ്പൊ എൻ്റെ ഇടയ്ക്കെല്ലാം ഡയറി ഉണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ചില സമയത്ത് അത് ഫോളോ ചെയ്യും. നമുക്ക് പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈ എഴുതി വെക്കുക ഒന്നുമില്ല. നമുക്ക് കംഫർട്ട്, നമുക്ക് വേണ്ട ഫുഡ്, നമ്മളെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മളെ കമ്പനി എങ്ങനെ പോകുന്നുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും നോക്കില്ല, ഒരു കാര്യങ്ങളും നോക്കില്ല. അപ്പൊ അത് എനിക്ക് കിട്ടിയ ഒരു നോളജാണ്. അപ്പൊ താങ്ക് യു സാർ. ഞാൻ ഒരു കാര്യം കാണിച്ചിരുന്ന ഇതെന്റെ മൊബൈലാണ്. എന്റെ മൊബൈലിലെ വാൾപേപ്പറിൽ മറ്റേ കുട്ടികളുടെ പിക്ചർ ഒന്നുമല്ല, ഒന്ന് എന്റെ പിക്ചർ തന്നെയാണ്. അത് ബാക്കിയുള്ളത് ഞാൻ ഈ വർഷം എനിക്ക് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ 3 വർഷവും ഞാൻ എൻ്റെ വിഷൻ ബോർഡ് ഉണ്ടാക്കി വെക്കാറുണ്ട്. ഇത് വിഷൻ ബോർഡാണ്. എനിക്ക് അറിയാഞ്ഞിട്ടല്ല ഇന്ന വണ്ടി വാങ്ങണം അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യണം എന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഞാനത് ഡെയിലി കാണാൻ വേണ്ടിയിട്ടാണ് ഞാനത് എൻ്റെ ഫോണിൽ വെച്ചിരിക്കുന്നത്. എൻ്റെ ലാപ്ടോപ്പിൽ അത് തന്നെയാണ്. ലാപ്ടോപ്പിന്റെ വാൾപേപ്പർ കിടക്കുന്നത് എൻ്റെ 2 മക്കളുടെ ഫോട്ടോ ഒന്നുമല്ല, ഞാൻ വെച്ചിരിക്കുന്നത് വിഷൻ ബോർഡാണ്. കൃത്യമായിട്ടുള്ള ആ വിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒരു എത്തണമെന്നുമില്ല, നമ്മൾ ചിലപ്പോൾ അച്ചീവ് ചെയ്യില്ല, പക്ഷെ നമുക്കത് ഉണ്ടാവണം. നമ്മുടെ ടാർഗറ്റ് അഡ്രസ് ഉണ്ടാവണം. അഡ്രസ് ഇല്ലാത്തൊരു ലെറ്റർ വീടെത്താറുണ്ടോ? ബോർഡില്ലാത്തൊരു ബസ്സിൽ കയറി നമുക്ക് സ്ഥലം എത്താറുണ്ടോ? കൃത്യമായിട്ട് പ്ലാൻ ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിൽ എത്താനാണ്? ഒരു സിഇഒന്റെ പ്രധാനപ്പെട്ട പണി, ആദ്യത്തെ പണി ഇതാണ്, വിഷൻ ഉണ്ടാക്കുക. രണ്ടാമത്തത്, നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഇൻഡസ്ട്രി അതിന്റെ ഓരോ നിമിഷവും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. സെൽഫ് ഇംപ്രൂവ്മെന്റിനും കമ്പനിയുടെ ഇംപ്രൂവ്മെന്റിനും. ഇപ്പൊ ഇരിക്കുന്നത് സെൽഫ് ഇംപ്രൂവ്മെന്റിന് അവിടെ ഇരിക്കുന്നത്. ഓരോ ദിവസം നിങ്ങൾക്ക് മോട്ടിവേഷൻ വേണം. നല്ലത് മോശം പറയാനുണ്ടാവും, പക്ഷെ രാവിലെ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻസ് പ്രോൺസ് ആൻഡ് കോൺസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. നല്ല കാര്യങ്ങൾ ഇതിലുണ്ട്, നല്ല മോശം ബുദ്ധിമുട്ടുകളുണ്ട്. നിങ്ങൾ രാവിലെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, പക്ഷെ കുറച്ച് കഷ്ടകാലമുണ്ട്, കഷ്ടമുണ്ട്. എന്താ? കോൺസ് ഉണ്ട്. എന്താ? 6 മണിക്ക് എഴുന്നേക്കണം, ഡെയിലി 6 മണിക്ക് എഴുന്നേക്കണം, ഇവിടെ വന്നിരിക്കണം, വീഡിയോ ഓണാക്കാൻ പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്, സംസാരിക്കാൻ പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്, കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ഉണ്ടായിരിക്കാം. there should be a target. ഇനി ആരെങ്കിലും എനിബഡി പറയും, സംസാരിക്കും. കൂടുതൽ സംസാരിക്കുമ്പോഴാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെടുന്നത് കാര്യങ്ങൾ. ഷുക്കൂർജി, ഞാൻ താങ്കളെ ഷുക്കൂർജി ഇല്ല, അബ്ദുൾ ഷുക്കൂർ. യെസ്, സംസാരിക്കും. ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. ഞാൻ കോഴിക്കോടാണ് ഷുക്കൂർ. ചരമക്കുറിപ്പ് എഴുതണമെന്ന് മുമ്പൊക്കെ തോന്നിയിട്ടുണ്ട്, പക്ഷെ ഇന്ന് അതൊന്നുകൂടി പിന്നെ എഴുതി വെക്കണമെന്ന് ഞാൻ പല വേറെ സൂം മീറ്റിങ്ങുകളൊക്കെ ഇങ്ങനെ പങ്കെടുക്കാറുണ്ട്. അപ്പോ അതിലിങ്ങനെ പറയാറുണ്ട്, പക്ഷെ അപ്പോ ചെയ്യാൻ തോന്നാറില്ല. ഇന്ന് അത് ബലപ്പെട്ട്, ഇന്ന് അതിനൊരു ബലം വന്നു, എഴുതണമെന്ന് തന്നെ തോന്നി. പക്ഷെ ഒരു സംശയം ഉണ്ട് കാര്യത്തില്. നമ്മളിത് എഴുതും, പക്ഷെ പിന്നെ അത് തിരിഞ്ഞു നോക്കാൻ പറ്റുന്നില്ല. എഴുതി വെച്ച കാര്യങ്ങളിലേക്ക് പിന്നെ വീണ്ടും നോക്കണല്ലോ, എന്നാലാന്നല്ലോ അത് മുമ്പ് എഴുതിയത് എന്താന്നുള്ളത് മറന്നു പോകുന്നുണ്ട്. പിന്നെ അത് നോക്കുന്നില്ല.
പിന്നെ ബിസിനസ് ചെയ്യുന്നുണ്ട്. ബിസിനസ്സിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ടീം തന്നെ ബിൽഡ് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. കച്ചവടമൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്, നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്, പൈസയും കിട്ടിയിട്ടുമുണ്ട്. പക്ഷെ ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ ഇന്ന് വരെ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി നാഷണൽ കമ്പനി ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇപ്പോഴുള്ള ആഗ്രഹം. നിർത്തിയതായിരുന്നു, റിട്ടയർമെന്റിനെ കുറിച്ച് ആലോചിച്ചതായിരുന്നു. പക്ഷെ വീണ്ടും എന്തോ ഒന്ന് കത്തി വന്നു. ഇപ്പോ അടുത്ത പരിപാടി ഒരു മൾട്ടി നാഷണൽ കമ്പനി ഉണ്ടാക്കണമെന്നുള്ള. ഈ ടീമിനെ ഉണ്ടാക്കാൻ പറ്റാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു സാധനമുണ്ട്, ഒരു വിശ്വാസമില്ലായ്മ. ഞാൻ ചെയ്തു കഴിഞ്ഞാലേ കാര്യങ്ങൾ ശരിയാവും എന്നുള്ള സ്വയം തോന്നുന്ന ഒരു സിസ്റ്റമാണ്, ചിന്ത ഉണ്ട്. ഒരു ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ മക്കള്, ചുക്കുർജിക്ക് എത്ര മക്കളാ? 3 പേര്. താങ്കൾ വിചാരിച്ച രീതിയിൽ തന്നെയാണോ അവർ പോകുന്നത് മുന്നോട്ട്? അല്ല, ഒരിക്കലും അല്ല. അത് സ്വന്തം മക്കള്, സ്വന്തം ചോരയുള്ള ആളുകൾ പോലും നമ്മൾ വിചാരിച്ച രീതിയിൽ നടക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഏതോ ചോരയിലുള്ള എംപ്ലോയീസ് നമ്മൾ വിചാരിച്ച പോലെ നടക്കും? പക്ഷെ നമ്മൾ അപ്പോഴും സിസ്റ്റം സെറ്റ് ചെയ്യേണ്ടത് എന്തറിയോ, അവരോട് പറയണം നിങ്ങളുടെ പണി ഇതാണ്. ടീം മാനേജ്മെന്റിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഒരു ടോപ്പിക്ക് നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അവർക്ക് അവരുടെ ഗോൾ എന്താണെന്ന് അറിയില്ല, അവരുടെ റോൾ എന്താണെന്ന് അറിയില്ല. ഒരു ടീമില് നിങ്ങൾ പണിയെടുക്കുമ്പോൾ അവർക്ക് എഴുതി കൊടുക്കണം, ഇന്ന പണി നിങ്ങൾ ചെയ്യണം, ഇന്ന പണി നിങ്ങൾ ചെയ്യണം, ഇന്ന പണി ചെയ്യണം. ഇതാണ് നിങ്ങളുടെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട പണി. നമ്മൾ വൈകുന്നേരമോ അല്ലെങ്കിൽ ആഴ്ചയിലോ അവരത് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ചെയ്തിട്ടില്ലെങ്കിൽ അത് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കണം. ചൂടാവല്ല. 4 ആഴ്ച, ഇപ്പൊ ഈ പറഞ്ഞ പോലെ 21 ദിവസം, 3 ആഴ്ച നമ്മൾ അതിങ്ങനെ സ്ഥിരമായിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നാൽ അവന്റെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി അത് കുറെ കയറും. ചിലപ്പോ 66 ദിവസം വരെ പോകും. അതായത് 3 ആഴ്ചകൾ വരും, 9 ആഴ്ചകൾ വരും. 9 ആഴ്ചകൾ വരുന്ന സമയത്ത് ഏകദേശം നമുക്ക് 3 മാസം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ആ 3 മാസം കൊണ്ട് അവൻ നമ്മൾ പറയുന്ന കാര്യങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവും. ജസ്റ്റ് ഈ പറഞ്ഞ പോലെ എഴുതി കൊടുത്തിട്ട് പോന്നിട്ട് 3ാമത്തെ മാസം നിന്റെ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞ് നിർത്തിപ്പോടാ എന്ന് പറയുന്നതല്ല. ഈ 3 മാസവും നമുക്ക് ഒപ്പം ഇരിക്കണം, കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യും. എന്നിട്ടും ശരിയാവാത്തവരുണ്ടാവാം, ധൈര്യമായിട്ട് സലാം പറയാം. അത് കൊച്ചാപ്പന്റെ മോനായാലും വേണ്ടില്ല, വീട്ടുകാരാണെങ്കിലും വേണ്ടില്ല, കുടുംബക്കാരാണെങ്കിലും. പറഞ്ഞ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായിട്ടുണ്ട്. യെസ്, അത്രേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. യെസ്, അത്രേ ഉള്ളൂ. റോളും ഗോളും വളരെ ഇമ്പോർട്ടന്റ്. അതേപോലെ അവർ ചെയ്യുന്നതിന്റെ KPI, KRA, KPI എന്ന് പറയുന്നത് KPI, അവർ ചെയ്യുന്നതിന്റെ റിസൾട്ട് എന്താണ്? നമ്മൾ എക്സ്പെക്ട് ചെയ്തത് 100 ആണ്, അവൻ ചെയ്തത് 20 ആണ് അല്ലെങ്കിൽ 30 ആണ്, പെർസെന്റേജ് ആണ് എന്നുള്ളത് അവനെ ബോധ്യപ്പെടുത്തുമ്പോൾ അവന് ശമ്പളം ചോദിക്കാൻ കൂടി മടിയായിരിക്കും. ഒരർത്ഥം മനസ്സിലായി അല്ലെ? എനിബഡി? 7:20 ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കും. ചോദിക്കാനോ പറയാനോ. ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, പക്ഷെ ചോദിക്കാൻ ഒരു മടിയില്ലേ? പേഴ്സണലായിട്ട് അയച്ചാലും മതി, നമുക്ക് സംസാരിക്കാം കേട്ടോ. എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ ഗ്രൂപ്പിനുള്ളിൽ എന്റെ പേഴ്സണൽ കാര്യമാണ് സാറേ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് ചോദിക്കാം. ഗ്രൂപ്പിൽ ചോദിക്കണമെന്നില്ല, പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കും. ഞാൻ പറയുന്നു, ഞാൻ ഫുൾ ടൈം വാട്സപ്പിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. ഇന്നലെ കഷ്ടകാലത്തിന്റെ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ആയി, അതോട് കൂടിയിട്ട് എന്റെ മൈൻഡ് വിട്ടത് അത്രയെന്ന് എനിക്കറിയുന്നു. ഓക്കെ, ദാറ്റ്സ് ഓൾ. വേറെന്താ? വേറൊന്നുമില്ലല്ലോ? സെറ്റ് അല്ലേ? നമ്മൾ ചെയ്തൊന്നുമല്ല, ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ജീവിതത്തിൽ. അപ്പൊ നമുക്ക് ചരമക്കുറിപ്പ് എഴുതിയിട്ട് ഗ്രൂപ്പിലേക്ക് ഇട്ട് കേട്ടോ. പൊളിച്ചോട്ടെ, അടിപൊളിയായിക്കോട്ടെ. അപ്പോ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഗ്രൂപ്പിൽ വന്നിട്ട് അഭിപ്രായം എഴുതുക. മറ്റുള്ളവർ ഉറങ്ങിക്കിടക്കുന്നവർ ഉണരട്ടെ. സോ താങ്ക് യു, ബൈ. യെസ്, ഗുഡ് മോർണിംഗ്. സർ.